നിശബ്ദമായ വാനം, എപ്പോഴും തിരക്കുള്ള നഗരം. ഈ തിരക്കിന് കാരണം ഈ വണ്ടികളാണോ അതോ ഇവിടെയുള്ള ജനക്കൂട്ടമാണോ? കാരണം അതൊന്നുമല്ല. ഇതിനെല്ലാം കാരണം നമ്മുടെ ഉള്ളിലുള്ള അസൂയയും മത്സരവുമാണ്. ഈ മത്സരം പാതിരാത്രി വരെ പോയിക്കൊണ്ടേയിരിക്കും. ഇങ്ങനെയുള്ള ഈ ലോകം 500 കോടി വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെയായിരുന്നെന്നറിയോ? ഉരുണ്ട് വലിയൊരു പാറയായി ഉണ്ടായതാണ് ഈ ഭൂമി. പാറയൊക്കെ പിന്നീട് മരുഭൂമിയായി, അതിനുശേഷം ജലമുണ്ടായി, അതിൽ നിന്നും കടലുണ്ടായി. 300 കോടി വർഷങ്ങൾക്ക് മുമ്പാണ് കടലിനടിയിൽ ചെറിയ ചെറിയ ജീവജാലങ്ങളുണ്ടായത്. പിന്നീട് വായുമണ്ഡലം ഉണ്ടായി. 30 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഓക്സിജൻ ഉണ്ടാക്കുന്ന ചെറിയ ചെറിയ ചെടികളുണ്ടായി. മറ്റുള്ള ജീവജാലങ്ങൾക്ക് ജീവിക്കാൻ തക്കവണ്ണം ഭൂമി തയ്യാറായി. 10 കോടി വർഷങ്ങൾക്ക് മുമ്പാണ് പുഴുക്കളും പ്രാണികളും മരങ്ങളും ഉണ്ടായത്. പിന്നീട് മൃഗങ്ങളുണ്ടായി, അതിലൂടെ കുരങ്ങായി, അതിനുശേഷം മനുഷ്യജന്മം ഉണ്ടായി. പിന്നീട് ഭൂമിയിൽ പല പരിണാമങ്ങളും ഉണ്ടായി. മനുഷ്യന്റെ ആദ്യത്തെ കണ്ടുപിടുത്തമാണ് തീ. അടുത്തത് ചക്രം. ഈ ചക്രമാണ് ഇന്ന് ഭൂമിയെ ഭരിക്കുന്നത്. നമ്മുടെ ശരീരത്തിലും 6 ചക്രങ്ങളുണ്ട്. വലിയ വലിയ അമ്പലങ്ങളിൽ ചക്രം പ്രതിഷ്ഠിക്കുന്നത് കൊണ്ട് അതിൻ്റെ ശക്തി പല മടങ്ങായി മാറുന്നു. ശരീരത്തിലെ ചക്രവും അമ്പലത്തിലെ ചക്രവും നമ്മൾ കാണുന്നുണ്ടോ ഇല്ലയോ? വാഹനങ്ങളിലെ ചക്രം നമ്മൾ എന്നും കാണുന്നുണ്ട്. ആദ്യം നമ്മൾ ഉപയോഗിച്ചിരുന്ന വണ്ടി ഇങ്ങനെയായിരുന്നു. അതിൻ്റെ വേഗം വെറും 30 cc. യാത്രാക്ഷീണം ഇല്ലാതിരിക്കാൻ കണ്ടുപിടിച്ച വണ്ടി പിന്നീട് മത്സരങ്ങളിൽ ഉപയോഗിച്ചു തുടങ്ങി. മറ്റൊരു മത്സരത്തിലും ജനങ്ങൾക്ക് ആപത്തുണ്ടാവില്ല. പക്ഷേ ഇപ്പോൾ ഏതോ ഒരു മൂലയിൽ, ഏതോ ഒരു വഴിയിൽ റേസ് നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇന്നൊരു പ്രധാനപ്പെട്ട ദിവസം, എൻ്റെ സ്വപ്നം നിറവേറാൻ പോകുന്ന ദിവസം. എൻ്റെയും ശ്വേതയുടെയും രജിസ്റ്റർ മാരേജ് നാളെയാണ്.
ഹലോ. ഹലോ ഉദയ്, ഞാൻ അമ്പലത്തിലുണ്ട്. നീ എവിടെയാ? ഞാൻ ഗ്രൗണ്ടിൽ നിന്ന് വന്നോണ്ടിരിക്കുക. ആ ശരി, നമ്മൾ യൂഷ്വലി മീറ്റ് ചെയ്യാറില്ലേ? അങ്ങോട്ട് വന്നേക്കേ. ആ ശരി ശരി, ഞാൻ അങ്ങോട്ട് വന്നേക്കാം. ഓക്കെ. അല്ല, ഇന്ന് രാത്രി തന്നെ പൊക്കണം. നമസ്കാരം ബോസ്. ഇതാണ് പാർട്ടി. പാർട്ടിയുടെ പേര് ഉദയ്. ഇന്ന് രാത്രി തന്നെ പൊക്കാം. എന്താണ് പരിപാടി? വെള്ളം അടിക്കുന്നത് വണ്ടി എടുക്ക. ഇതാണ് എൻ്റെ വീട്. ഇതാണ് ഞാൻ താമസിക്കുന്ന ഏരിയ. പിന്നെ ഇവന്മാരാണ് നമ്മുടെ ഗ്യാങ്. ഇത് നമ്മുടെ സ്ഥിരം ചായക്കട. ബൈക്കിൽ കറങ്ങിയത് മതി, ഇറങ്ങ്. ഇതൊക്കെ അവിടെ കൊണ്ട് വെക്കും. മച്ചു, മൂന്ന് പലിശക്കാരൻ പോകുന്നുണ്ടോ? ഓ, ഞാനും പലിശ കൊടുക്കാണ്ടടാ. ചേട്ടാ, നോട്ട് ഔട്ട് ആയോ നായര്? മച്ചു, ചായ പറടാ. ചായ എന്നോടല്ല, കടയിലോട്ട് പറഞ്ഞാ മതി. ഞാൻ നിന്നെ കടം വാങ്ങി കഴിക്കാം. അല്ല മച്ചു, ദേഷ്യത്തിലല്ലേ? അന്ന് ഞാനേ ഉണ്ടായിരുന്നുള്ളൂ കൂടെ. ഇവന്മാരെ കുറിച്ച് നിനക്ക് അറിയില്ലേ? അന്ന് അവന്മാര് നിന്നെ തല്ലുമ്പോ കൂടെ തല്ലുവോളം ഞാനേ ഉണ്ടായിരുന്നുള്ളൂ. അവാർഡാണോടാ വാങ്ങിച്ചത്? തല്ലല്ലേ വാങ്ങിച്ചത്? അതിനാണോടാ ഇത്രയും ബിൽഡപ്പ്? ഒന്ന് പോയേ, കൂടെ ഇവനെയും കൊണ്ടുപോ. എന്താ മച്ചു ഇങ്ങനെ പറയുന്നത്? 6 പേരാണ് കൂടെ നിന്ന് അടിമേടിച്ചനെ. 16 പേരുണ്ടായിരുന്നു. പോരാത്തതിന് അടുത്ത ഏരിയയിലെ പിള്ളേരെ വിളിച്ചു വെച്ചാനെ. അതുകൊണ്ടാണ് ഞങ്ങൾ എസ്കേപ്പ് ആയത്. നിനക്ക് ആ പയ്യന്മാരെ കുറിച്ച് അറിയില്ല മച്ചാനെ. അവരുടെ ഏരിയയിൽ എത്ര മാസാണെന്ന്. ഞങ്ങൾ അവരോടൊപ്പം ഏറ്റു നിൽക്കായിരുന്നെങ്കിലേ എല്ലാവരുടെയും വീട്ടിൽ കയറി അടിച്ചാനെ. നിനക്കിതെന്താ ആദ്യത്തെ പ്രാവശ്യമാണോ? അപ്പൊ ഞാൻ വേസ്റ്റ് എന്ന് പറഞ്ഞത്? ബാക്കി 11 പേരെ ഓടിച്ചത് ഞാനല്ലേ? പോട്ടെ വീട് മച്ചു, ഇവന്മാർക്ക് വല്ല ജോലി ഉണ്ടായിരുന്നു. ഡാടാ, നീ എന്താ എന്നെ കളിയാക്കാ? നിനക്കെന്നെ ശരിക്കും അറിയില്ല. ഒന്ന് പോടാ. അളിയ, നിനക്ക് കിട്ടാത്ത അടിയാണോടാ? അളിയ നീ പെടങ്ങല്ലേ? സോറി അളിയ, ഇതൊക്കെ വെറും തമാശ എടുത്താ മതി. രക്ഷിക്കണമേ, രക്ഷിക്കൂ പിതാവേ, രക്ഷിക്കൂ പിതാവേ, രക്ഷിക്കണേ പിതാവേ. ആമേൻ. നീ എന്നാ പൈസ നീ കൊടുക്കണം. മാസ്റ്റർ, 5 ടീ ഒരു കോഫി. കോഫിയിൽ ഷുഗർ കുറച്ചിട്ടാ മതി. മറ്റേതിലൊക്കെ വെള്ളം കുറച്ചൊഴിക്കടാ. നോക്കണ്ട. കാശ് കൊടുത്തോണേ. അയ്യേ, അവന്റെ മോന്ത കണ്ടില്ലേ? നിന്റെയൊക്കെ മോന്ത കാട്ടിലെ കുരങ്ങിനേക്കാളും മോശമാണല്ലോ. എന്നിട്ട് ഞാൻ വല്ലതും ഫീൽ ചെയ്തോ? അവളും അവളുടെ മോന്തയും. എടാ, നിങ്ങൾക്കൊക്കെ ഞാനൊരു ഉപദേശം തരാൻ പോവാ. ശ്രദ്ധിച്ചു കേട്ടോ. പെൺകുട്ടികളുടെ മനസ്സ് ദോശ പോലെയാണ്. ഒരു വശം വെളുത്തതാണെങ്കിൽ മറുവശം കറുത്തതായിരിക്കും. പക്ഷെ ആൺകുട്ടികളുടെ മനസ്സോ കുഴക്കട്ട പോലെയും എല്ലാ വശവും വെളുത്തതായിരിക്കും. മച്ചാനെ, ശരിക്കും നീ ഇപ്പൊ എന്താ പറഞ്ഞു വരുന്നത്? എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞതാ. വെച്ച് കേറ്റിയാലോ? മനസ്സ് നിറയെ പ്രണയം ഉണ്ടായിട്ട് എന്ത് ചെയ്യാനാടാ? പ്രണയിക്കാൻ ഒരു കിട്ടുന്നില്ലല്ലോ. എന്റെ മോളെ കണ്ടോ? ഞാനും കുറെ നാളായിട്ട് കണ്ടോണ്ടിരിക്കുക ചേച്ചി. പക്ഷെ അവള് വളയുന്നില്ല. ചേച്ചി ഒന്ന് ശരിയാക്കി തരുമോ? ഈ തിരുമോന്തയ്ക്ക് എന്റെ മോളെ തന്നെ വേണോ? പൂതി അങ്ങ് മനസ്സിൽ വെച്ചാ മതി. നിക്കടാ, നിന്റെ അമ്മയൊന്ന് കാണട്ടെ. ചേച്ചി, ചേച്ചിയുടെ മോളുടെ അടുത്ത് ഒന്ന് പറഞ്ഞേക്ക്. നെഞ്ചിലുണ്ടെങ്കിലെന്നാളും ലൈഫ് നന്നായിരിക്കും. ലവ് ഉണ്ടേലല്ലേ ജീവിതം കളർഫുള്ളായിരിക്കും. ലവ് നെഞ്ചിലുണ്ടെങ്കിലെന്നാളും ലൈഫ് നന്നായിരിക്കും. ലവ് ഉണ്ടേലല്ലേ ജീവിതം കളർഫുള്ളായിരിക്കും. 5 വയസ്സിൽ തുടങ്ങി വേണം 60 വയസ്സിലും ലവ്. ആദം ഹവ്വയുടെ പ്രണയം പവർ സ്റ്റാർ ചൊല്ലി തന്ന പ്രണയം. എടോ പ്രണയമില്ലെന്നാൽ ജീവിതമേ പോരടാ. മതി വരും വരയ്ക്കും പ്രണയിച്ചു നോക്കടാ. മധുരം മധുരം പ്രണയം, നല്ല സുഖം തരുമി പ്രണയം. മധുരം മധുരം പ്രണയം, നല്ല സുഖം തരുമി പ്രണയം. ലവ് നെഞ്ചിലുണ്ടെങ്കിലെന്നാളും ലൈഫ് നന്നായിരിക്കും. ലവ് ഉണ്ടേലല്ലേ ജീവിതം കളർഫുള്ളായിരിക്കും. ഇരിക്കും.
നിങ്ങൾ പൊക്കിയത്? പറയടോ. പറയാൻ. പറയടോ. പറയടോ. ആരാടാ പറഞ്ഞു വിട്ടത്? ഇവരാണോ വണ്ടി മോഷ്ടിച്ചവര്? അതെ ചേട്ടാ. എന്തിനാടാ വണ്ടി മോഷ്ടിച്ച? അല്ല ചേട്ടാ, അയാള് പൈസ നേരെ അടയ്ക്കാത്തോണ്ട് അവന്മാരെന്നോട് വണ്ടി എടുത്തോണ്ട് വരാൻ പറഞ്ഞതാ. എടുത്തോണ്ട് വരാൻ പറഞ്ഞ ആരാ? ഒരു മിനിറ്റ് ചേട്ടാ, ഇപ്പൊ പറഞ്ഞുതരാം. ഹലോ സാറേ, ഇന്നലെ ഒരു വണ്ടി സീസ് ചെയ്യാൻ പറഞ്ഞില്ലേ സാറ്? ആ പാർട്ടി ഇപ്പൊ ഞങ്ങളെ തന്നെ പൊക്കി സാർ. ശരി ശരി സാർ. വരും ദാ വരുന്നുണ്ട്. എടാ ചായ വാങ്ങിച്ചരാന്ന് പറഞ്ഞ് കൊണ്ടുവന്നിട്ട് കണ്ടവന്മാരുടെ അടി വാങ്ങിച്ചു അവരിപ്പോ തന്നില്ലടാ. ഒരു 5 മിനിറ്റില് തിരിച്ചു വിളിക്കാം സാർ. അവരാ സാർ. സാർ സാർ അങ്ങനെയൊക്കെ പറഞ്ഞ സാർ ഞാനിപ്പോ എന്താ സാർ ചെയ്യാ? ഹലോ സാർ. എന്താ? സോറി സാർ, അവര് പറഞ്ഞ നമ്പർ മാറിപ്പോയതാ. അതുകൊണ്ട് സോറി പറഞ്ഞിട്ട് വരാൻ പറഞ്ഞു. ന്യായപ്രകാരം നോക്കിയാ എന്റെ വണ്ടി എടുത്തതിന് നിന്റെ വലത് കൈ വെട്ടണമായിരുന്നു. എടാ, ഇവരെ വിളിച്ചോണ്ട് പോയ മുറ്റത്ത് വെച്ച് അടിക്കേ. റേസ് വണ്ടി ഓടിക്കുന്നവന്മാരാണോ നിങ്ങള്? അതെ ചേട്ടാ. എന്റെ മോനെ അറിയുന്നവരാണത്രേ. അവരെ വിട്ടേക്ക്. പോയിക്കോ. ഒരുപാട് താങ്ക്സ് ഉണ്ട് ചേട്ടാ. അല്ല നമ്മളെന്തിനാ എവിടെ നിക്കുന്നേ? ടാ, ഇതാ നമ്മൾ ഇന്ന് അടിച്ചു മാറ്റാൻ പോകുന്ന ബൈക്ക്. മനസ്സിലായോ? എടാ ചായ കുടിക്കാനൊന്നും പറഞ്ഞല്ലേ വിളിച്ച്? വണ്ടി പോക്കാനൊന്നും പറഞ്ഞില്ലല്ലോ. എടാ, നീ ഒന്ന് ഒച്ച വെച്ച ആളെ കൂട്ടല്ലേ. നീ വിടറാ, ഞാൻ പോവാ. എന്താ ഉദ്ദേശം? അയ്യോ എന്റെ ചേച്ചി, ഞാനല്ല, ഞാനൊരു ചായ കുടിക്കാൻ വേണ്ടി വന്നതാ. എന്റെ പുറകെ കറങ്ങുന്ന എന്തിനാ? കറങ്ങാണെന്നോ? ചേട്ടി ഇവളുടെ പിന്നിലോ? അതിനുള്ള ഒരു വർത്തും ഇല്ലല്ലോ. ഇല്ലല്ലോ. ഇതൊക്കെ നിന്നോട് ആരാ പറഞ്ഞു? എന്റെ ഫ്രണ്ടാ പറഞ്ഞത്. ഏതവളാ അത്? ഹായ്. സോറി ഡി, പ്ലീസ്. എടി പ്ലീസ് ദേഷ്യപ്പെടരുത്. സോറി. വാ. ഒരു രാജമല്ലി വിടരുന്ന പോലെ ഇതളെഴുതി എന്നിലൊരു മുഖം മുഖം മുഖം. ഒരു രാജമല്ലി വിടരുന്ന പോലെ എടോ, താൻ എങ്ങോട്ടോടെ പോകുന്നേ? ഞാൻ എങ്ങോട്ട് പോയാലും എന്താ, താൻ ആശുപത്രിയിലോട്ട് പോയി, ഇല്ലെങ്കിൽ തനിക്ക് പണിയാവും. താൻ എങ്ങോട്ടോടെ പോകുന്നേ? ഞാൻ ടെറസിൽ നിന്ന് എടുത്ത് ആത്മഹത്യ ചെയ്യാൻ അപ്പൊ ഈ നോട്ട്ബുക്കിൽ എഴുതി വെച്ചിട്ട് പോ. എടാ, ചാവാൻ പോകുന്നത് പോലും നിന്റെ നോട്ട്ബുക്കിൽ എഴുതി വെക്കണോ? അതൊക്കെ പോട്ടെ, ഈ O5 ഫ്ലാറ്റിലേക്ക് എങ്ങനെയാ പോണ്ടേ? എടോ എടോ ഈ O5 ഫ്ലാറ്റ് എവിടെയാണെന്നാ ചോദിച്ചത്? ഓട്ടിയോ? ഞാനിപ്പോ രാത്രി ഓട്ടി എടുക്കാറില്ല. ഓട്ടിയോ? എടോ, തനിക്കെന്താ കാത് കേൾക്കാൻ വയ്യേ? കാശൊന്നും ആവശ്യമില്ല. നിങ്ങൾ ഉള്ളിൽ പോയിട്ട് വന്നിട്ട് തന്നാ മതി. ഒന്നിനും കൊള്ളാത്ത ഈ കാതും കൊണ്ട് ഗേറ്റിന് മുമ്പിൽ ഇരിക്കുന്നതേ വേസ്റ്റാ. എന്നിട്ട് നിനക്ക് കാശും തരണം. തൊപ്പിത്തലയാ. ഓപ്പണിംഗ് തന്നെ കുളവായി. O5 ഫ്ലാറ്റ് ഞാൻ തന്നെ അങ്ങ് കണ്ടുപിടിച്ചോളാം. ഞാൻ കാണാത്ത ഫ്ലാറ്റ് ആണോ? 1 2 3 4 5 6 7 8. ഹലോ സോണ, ഞാൻ ശില്പകുമാർ സംസാരിക്കുന്നു. ആ, മധുവിധുരാത്രികളെ തുറന്നു വെച്ചിരിക്കാന്ന് പറഞ്ഞിട്ട് ഇത് അടച്ചു വെച്ചിരിക്കാണല്ലോ. നമുക്ക് തുറക്കാം. നിക്ക് ഒരു മിനിറ്റ്, ഞാൻ കുളിച്ചിട്ട് വന്നേക്കാം. അതുവരെ ഞാൻ എന്ത് ചെയ്യാനാ? അതുവരെ ആ ജനൽ സ്ക്രീനിലും പില്ലോയ്ക്കൊന്ന് കവർ ഇട്ടോണ്ടിരിക്കെ. ഞാനിപ്പോ വരാം. പണ്ടാരക്കാലി, വീട് മുഴുവൻ ജനലുകളാണല്ലോ. ഇട്ട് തുറച്ചേക്കാം. അവതാരകയെ ലൈൻ അടിച്ചത് തെറ്റായി പോയി. തുടക്കത്തിൽ തന്നെ ബ്രേക്ക് ഇട്ട് കളഞ്ഞല്ലോ. ഉറയും കൊണ്ടുവന്ന് എന്നെ കൊണ്ട് ഈ തലയണയ്ക്ക് തന്നെ നീ ഉറയിടിപ്പിക്കണം. പക്ഷെ മോളെ, ഞാൻ ഈ ഉറയിടാതെ ഇവിടുന്ന് പോകുന്ന പ്രശ്നമേ ഇല്ല. നിന്നെ കാണാൻ കൊതിച്ചു വന്നപ്പോ നീ എന്നെ കൊണ്ട് തലയണ ഉറയിടിപ്പിക്കല്ലേ? പുതിയ ഷാമ്പു ആണോ? ഒരു കാര്യം ചോദിച്ചോട്ടെ, എന്റെ അടുത്ത് നിനക്കെന്താ കൂടുതൽ ഇഷ്ടപ്പെട്ടത്? നിന്റെ തലമുടിയാണ് ഏറ്റവും ഇഷ്ടം. അപ്പൊ എന്റെ മോന്റെ ഇഷ്ടമായില്ലേ? എനിക്ക് ഞാൻ ഈ ഉറയൊന്നിട്ടോട്ടെ. അയ്യോ, ആരാ വന്നിട്ടുണ്ട്? വേറെ വല്ലവനെയും വിളിച്ചിരുന്നോ? ഇല്ല, ഒരു മിനിറ്റ്, ഞാനിപ്പോ നോക്കിട്ട് വരാം. ഈശ്വര, അടുത്ത വീട്ടിൽ ആന്റി വന്നിരിക്കുന്നു. അവള് മറിക്കുന്ന വീടില്ലേ? എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്ത്? സീരിയല് കാണാൻ വന്നതായിരിക്കും. നിങ്ങൾ വേഗം ചെന്ന് അവിടെ എങ്ങാനും ഒളിച്ചിരിക്കും. നീ എന്നെ കൊണ്ട് സ്വസ്ഥമായിട്ട് ഉറയിടാൻ സമ്മതിക്കില്ല അല്ലേ?
കേറി വാ ആന്റി. ആരാ മോളെ ഇത് തട്ടുംപുറത്ത് കയറി എന്ത് ചെയ്യുന്നു? ആ ഷെൽഫൊക്കെ ക്ലീൻ ചെയ്യാൻ വന്ന ആളാ ആന്റി. ആദ്യം ജനലിന് സ്ക്രീൻ ഇടാൻ പറഞ്ഞു, പിന്നീട് തലയണി കുറെ ഇടാൻ പറഞ്ഞു, ഇപ്പൊ തട്ടുംപുറത്ത് കയറ്റി കുപ്പമായിരിക്കുന്നു. ഇനിയിപ്പോ അടുത്ത് കക്കൂസ് കഴുകാൻ പറയുമായിരിക്കും. ഇവളെയൊക്കെ പ്രേമിക്കാൻ നടന്ന എന്നെ ഒലക്ക കൊണ്ട് വേണം തല്ലാൻ. എലിക്കാട്ടം കൊണ്ടാരക്കാലി, നിന്റെ പുറകിൽ നടന്ന എനിക്ക് അനുഭവിച്ചല്ലേ പറ്റൂ. എന്റെ അപ്പോ ഇവനോ? എടോ, ഈ ജോലിക്കായിരുന്നതാ വന്നേ. താനെന്താ ഗവർണറുടെ ജോലിയാണ് ചെയ്യുന്നത്? മര്യാദയ്ക്ക് വണ്ടി തുടക്കട തൊപ്പിത്തലയാ. സ്പീക്കർ ഔട്ടാണേലും കൗണ്ടറിന് ഒരു കുഴപ്പമില്ല. പണ്ടാരക്കാലൻ ഇതിനി എങ്ങോട്ടാ കെട്ടിയെടുക്കണ്ടേ? സോന, ഇനി ഒരുത്തനും വരില്ലല്ലോ. ഇനി ആരും വരില്ല. അടിപൊളി. എന്റെ ഈശ്വരാ, ഇപ്പൊ ആരാണവോ വന്നിരിക്കുന്നത്? നോക്കി ഇങ്ങോട്ടും തുറക്കണേ. അയ്യോ, എന്റെ മാമനെ വന്നിരിക്കുന്നത്. വേഗം എവിടെയെങ്കിലും പോയി ഒളിക്കുക. അത് നിർത്തടി. കക്കൂസി പോയി വിളിക്കാനല്ലേ പറയുന്നത്? ബ്ലീച്ചിങ് പൗഡറും ജോലൊക്കെ അവിടെ ഉണ്ടല്ലോ. നിന്റെ പ്ലാൻ എന്താന്ന് എനിക്കറിയാം. കേറി വാ മാമ. അല്ല, എവിടേക്കാ പോകുന്നേ? ബാത്റൂമിൽ പോവാൻ മോളെ. നിക്ക് ചായ കുടിച്ചിട്ട് കൊറേ നേരമായിട്ട് പിടിച്ചു വെച്ചിരിക്കാം. ഞാനിത് അപ്പ വരാം. ആരാടാ നീ? അല്ല, കക്കൂസിൽ അടപ്പുണ്ടെന്ന് പറഞ്ഞു. ആ അടപ്പ് എടുത്ത് മാറ്റാൻ വന്നതാ. ശരി, വേഗം കക്കൂസ് ക്ലീൻ ചെയ്തിട്ട് മുകളിലോട്ട് വാ. അവിടെ ടാങ്ക് ക്ലീൻ ചെയ്യണം. സെപ്റ്റിക് ടാങ്ക് ആയിരിക്കും. പണ്ടാരക്കാലി, നിന്നെ വിശ്വസിച്ചതിന് കക്കൂസ് കഴുകേണ്ടി വന്നല്ലോടി. അല്ല, ഇതെന്താ? ജോലിക്കാരിയുടെ സാരി. ഒരു ജോലിക്കാരിയുടെ സാരി അലക്കിയ ലോകത്ത് ആദ്യത്തെ ആൾ ഞാൻ. ഇതുവരെ അലക്കി തീർന്നില്ലേ? ഇനിയും ഒരുപാട് ജോലി കിടക്കുന്നുണ്ടടാ. എടാ ചീനച്ചട്ടി വായാ, ദാ വരുന്നു. ചീനച്ചട്ടി എടുത്ത് അടുപ്പത്ത് വെക്കേണ്ട സമയമായി. എന്താ മോളെ, ജോലി വല്ലതും ബാക്കിയുണ്ടോ? നാളെ വന്ന് ചെയ്തു തരാട്ടോ. ഒന്ന് പോടി. വീട്ടിൽ ആരുമില്ലെന്ന് കൊതിപ്പിച്ച് വിളിച്ചു വരുത്തി ഇവിടുത്തെ സകലമാന ജോലികളും ചെയ്യിപ്പിച്ചു അല്ലേ? പക്ഷെ നീ ഒരു കാര്യം ഓർത്തു വെച്ചോ, ഇല വന്ന് മുള്ളേ വീണാലും മുള്ളേലേല് വീണാലും കീറുന്നത് ഇല തന്നെയായിരിക്കും. എടി, നീ എന്റെ ഏരിയയിലോട്ട് വാ. അവിടെയുള്ള എല്ലാ കക്കൂസും നിന്നെ കൊണ്ട് കഴിപ്പിക്കും. മോന്ത കണ്ടില്ലേ? പേടിക്കണ്ട പേടിക്കണ്ട, മനുഷ്യൻ തന്നെയാ. വർക്ക് കൂടിപ്പോയി എന്റെ അമ്മോ. നല്ല ജോലിക്കാരനാണല്ലോ നീ. ഒട്ടം നിനക്ക് മനസ്സിലായി, അവൾക്ക് മനസ്സിലാവണ്ടേ? എന്റെ അമ്മോ, ഞാൻ പഞ്ചറായത് പോരാത്തതിന് എന്റെ വണ്ടിയും പഞ്ചറായിരിക്കുന്നു. എന്റെ ജീവിതത്തിൽ ഓരോ ദിവസവും ഓരോ സെക്കൻഡും ഞാനായിട്ട് നശിപ്പിച്ചതാണ്. പറഞ്ഞാ വിശ്വസിക്കുകയുമാര്. എന്താ അളിയാ, ജോലി കഴിഞ്ഞവരാണോ? വീട്ടിൽ ആരുമില്ലെന്ന് പറഞ്ഞ അവള് വിളിച്ചടാ. അതുകൊണ്ട് നടു നിവർത്താൻ വയ്യ. മച്ചാനെ, നിന്റെ പെണ്ണിന്റെ വീട്ടിലുവാടാ. എന്റെ പെണ്ണിന്റെ വീട്ടിലും ആരുമില്ലെന്ന് വിളിപ്പിച്ചായിരുന്നു. നല്ല പണിയായിരുന്നു. മുതുകൊക്കെ തേഞ്ഞു പോയി മച്ചാനെ. കൈയൊന്ന് കാണിച്ചു. എന്നാ കണ്ടോ, എന്നെക്കാളും പണി കൂടുതലായിരുന്നു. രേഖയില്ല. ഇതുപോലത്തെ സമയത്തൊക്കെ നീ എന്നെ ഒഴിവാക്കാണല്ലേ? മച്ചു, ഇതെന്റെ വാക്കാ. അടുത്ത തവണ ഞാൻ പോകുമ്പോ ഉറപ്പായിട്ട് നിന്നെ കൊണ്ടുപോവാ. ഞാൻ അവിടെ വെറുതെ ഇരുന്നോളാം. പണി നീ എടുത്തോ. എന്നാൽ എങ്ങനെ മച്ചു നിന്റെ മുന്നിൽ വെച്ച് എടാ, പണി നീ എടുത്തേ പറ്റൂ. കൈ എടുക്കടാ. ഓ, വല്ലാത്ത ക്ഷീണം. എനിക്കൊരു ചായ. മാസ്റ്റർ, ഒരു ചായ. താങ്ക്സ് എടാ. എന്തിനാടാ? നിന്റെ പെണ്ണിനെ കാണാൻ കൊണ്ടുവന്നതിന്. ഇതിനൊക്കെ ആരെങ്കിലും താങ്ക്സ് പറയോ? നമ്മുടെ ടീമിൽ ഏറ്റവും കൂടുതൽ സ്റ്റാൻഡേർഡ് നിനക്കാണ്. സത്യമാണോടാ പറയുന്നത്? നിനക്കറിയില്ലേ, ആ സാമ്പാർ അവനെ കാണാൻ എന്നെക്കാളും സ്റ്റൈലില്ലടാ. പിന്നെ ഉപ്പ്, അവൻ എന്നെക്കാളും നന്നായിട്ട് ഡ്രസ് ചെയ്യില്ലേ. പക്ഷെ നിന്നെ കൊണ്ടുവന്ന എനിക്ക് കണ്ണ് തട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. എന്താടാ, ഞാനപ്പോ കോലാണെന്നാണോ പറയുന്നേ? നീ എന്തിനാണ് അതിനൊപ്പം മത്സരിക്കുന്നത്? അതിന് നിന്നെക്കാളും ഭംഗിയുണ്ട്. നീ എന്താ ആളെ കളിയേക്കാ? ആ പെണ്ണിനെ കുറിച്ചൊരു കാര്യം പറയാന്ന് വിചാരിച്ചാ? എന്താ മച്ചു, ഫീലിങ്സ് ആയോ? ഡാ, ഇവനാരടാ? കരിഞ്ഞുപോയ ബോണ്ട പോലുണ്ട് ഇവന്റെ മോന്ത. നിനക്ക് ഇവനറിയില്ലേ? ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചാടാ. 2ാം ക്ലാസ് വരെ പഠിച്ചിട്ടേ ഉള്ളൂ. എടാ, രണ്ടുപേരും ഒരുമിച്ച് കോളേജ് പഠിച്ച പോലെയാണല്ലോ പറയുന്നത്. 2ാം ക്ലാസ് വരെയല്ലേ പഠിച്ചുള്ളൂ. ഇതാണോടാ നിന്റെ ഫ്രണ്ട്ഷിപ്പ്?
ഈശ്വരാ, ഇവളീ വീട്ടിൽ വന്നത് ഹൗസ് ഓണർ പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല. ഇവന്മാരിതെങ്ങനെ കണ്ടുപിടിച്ചു? ഡാ, ഇതൊന്ന് തുറന്നെടാ. ഇത് പിടിച്ചേ, ഓപ്പൺ ചെയ്ത്. ഡാ, എനിക്ക് പറ്റില്ലടാ. അതൊക്കെ പറ്റുമെന്ന് ശ്രമിച്ചു. അളിയ നീ എവിടെ പോയിട്ട് വരുവാ? മതി മതി, ഇങ്ങോട്ട് താ. അയച്ചു വെച്ചിട്ട് വന്നതാ. ഡാ, ഇതിലൊരെണ്ണം ഒഴിക്ക്. അതുകൊണ്ടല്ല ഞാൻ ഇടാത്തെ. മച്ചു, മനസ്സിൽ വല്ലാത്തൊരു ഫീലിംഗ് തോന്നടാ. ഒരു കോട്ടടിക്ക് മച്ചാനെ, എല്ലാം ശരിയായിക്കോളും. അതല്ലടാ, അല്ല, എന്താടാ നിന്റെ പ്രശ്നം? ഒരു സുന്ദരിയായ പെൺകുട്ടിയെ കണ്ടാൽ നമുക്ക് എന്ത് തോന്നും? കിട്ടിയാ കൊള്ളാന്ന് തോന്നും. അതേ പെണ്ണെ നമ്മൾ കെട്ടിപ്പിടിച്ചാലോ? നീ പറയുന്നത് നുണയാന്ന് തോന്നുന്നു. ഡാ മച്ചാനെ, അതില് മുടിയുണ്ടടാ. മച്ചാനെ, മുടിയുണ്ടെങ്കിലേ ബന്ധം നിലനിൽക്കും അത്രേ. ഡോക്ടർ ഇവനും തമ്മിലുള്ള ബന്ധം വേറിപ്പിക്കാതെ പോടാ. അപ്പൊ ഞാനും ശ്വേതയും തമ്മിലുള്ള ബന്ധം എന്ന് നിലനിൽക്കും. അതെങ്ങനെയാടാ നിനക്കും ശ്വേതയ്ക്കും? ഇത് ശ്വേതയുടെ മുടി തന്നെടാ. ഈ പ്രേമം തലക്കേറിയ പിന്നെ എന്താ ചെയ്യുന്ന ഒരു പിടുത്തം ഉണ്ടാവില്ല. ഞാനൊരു കാര്യം പറയട്ടെ മച്ചു. ആ പറഞ്ഞു തോലക്കേ. ഇഷ്ടം പറഞ്ഞ ചേട്ടനോട് ചെന്ന് പറയുന്നതും ഇഷ്ടപ്പെടുന്നവനെ കേറി ചേട്ടാന്ന് വിളിക്കാനും ഈ പെൺപിള്ളേരെ കൊണ്ട് മാത്രമേ പറ്റൂ. എവിടെ നാടാ? അതേ അവൻ എഴുന്നേറ്റ്. തുടക്കം. പിന്നെ ഞാനോ? ഓ. സീനി. ഇതിലാണ് കടിച്ചേ. സോറി മച്ചു, ഞാനൊരു ആവേശത്തിൽ കടിച്ചു പോയതാ. ആവേശം കൊണ്ട് കടിച്ചെന്നോ? എടാ, അതിനെന്റെ നെഞ്ച് പുളിമാങ്ങയാണോ? ആവേശത്തിൽ കടിച്ചത്രേ. എന്റെ അമ്മോ, വിഷം കയറിയെന്നാണല്ലോ തോന്നുന്നത്. ഷക്കീലയുടെ ഒക്കത്ത് കയറാനേ ഉള്ളൂ. എന്നിട്ട് അവളെയും സ്വപ്നം കണ്ട് കിടക്കണം. മുടിയിന്ന് കൈയെടുക്കടാ, എന്റെ ഗ്ലാമർ പോവും. കർത്താവേ, ഈ കുഞ്ഞാടുകളോട് ക്ഷമിക്കണേ കർത്താവേ. ബുക്കൊക്കെ അതുപോലെ തന്നെ ഉണ്ട്. ബീർ കഴിച്ച മുഖത്ത് ഗ്ലാമർ കൂടുന്നു പറഞ്ഞല്ലോ, എന്നിട്ട് എവിടെ? അളിയാ, ആ ബീർ കൊള്ളില്ലായിരുന്നു കേട്ടോ. മുടിഞ്ഞ തലവേദനയാ. കാശ് മുടക്കി കുടിച്ചു നോക്ക്, അപ്പൊ അറിയാം. മച്ചു, ചെട്ടി മാറ്റിട്ടാ. അതിനെന്താ നേരെ ഇട്ടാ പോരെ? അതല്ലടാ, ഇന്നലെ റെഡ് കളർ ഇട്ട് ഇപ്പൊ ദേ ബ്ലൂ കളറാ. കാണട്ടെ. കണ്ടോ? ഇത് എന്റെ ഷഡ്യാണോ? എന്നിട്ട് അവന്റെ ഷഡ്യാണത്രേ. അവന്റെ ഒരു തലമുടി. ആരാടാ മച്ചു? മറ്റു എന്റെ പെണ്ണാടാ. നിന്റത് അത് എന്റത്, എന്റത് അത് നിന്റത് അല്ല എന്റത്. എടാ, 4 വർഷത്തെ പ്രേമ നിനക്ക് വേണോ? ഈ ചെരുപ്പോടൊന്നും തന്നാലുണ്ടല്ലോ. മൊട്ടയെന്ന് വിരിഞ്ഞിട്ടല്ലേ ഏത് നേരം നോക്കിയാലും പെണ്ണുങ്ങളുടെ ചിന്തയേ ഉള്ളൂ. സെറ്റപ്പ് ആക്കി തരാം, വാടാ. അയ്യോ, അതേ സാധനം താഴെ വീണു. ഇത് എവിടെ നിന്നാ മാങ്ങ വീഴുന്നേ? എന്തുവാടാ ഇത്? സോറി അളിയ, രാത്രി കഴിക്കാൻ വേണ്ടി മുണ്ടിനകത്ത് എടുത്തു വെച്ചതാ, പക്ഷെ മറന്നുപോയി. സോറി മച്ചു, എന്തിന്? പെട്ടെന്ന് കണ്ടപ്പോ വേറെന്തോന്ന് കരുതിപ്പോയി. എന്താ മച്ചു, ജോലിക്ക് പോവാണോ? അല്ലടാ, കുടിക്കാനാ. അതാ ജോലിക്ക് പോവാണോന്ന് ഞാൻ ചോദിച്ചേ. ഡാടാ, രാത്രി ഞാൻ വരാൻ ലേറ്റാവും, അതുകൊണ്ട് നീ മിണ്ടാതെ കിടന്ന് ഉറങ്ങിക്കോ. രാത്രി വല്ല റേസിനും പോവാണോ? അല്ലടാ, ലവ് ആണല്ലേ? 3 മാസത്തിന് മുമ്പ് ഒരു പെണ്ണുണ്ടായിരുന്നല്ലോ, അതെന്തായി? അവളുടെ പുറകിലൊക്കെ ആരെങ്കിലും പോവോടാ? ഞാൻ തന്നെ അവളെ റിജക്ട് ചെയ്തതാ. എന്റെ മച്ചു, കള്ളമൊക്കെ ഒരു അളവിനെ പറയാവൂ. മനുഷ്യന് ദേഷ്യം വരുന്ന പോലെ പറയരുത്. എടാ, ചെറിയ വായില് വലിയ വർത്തനം പറയരുത്. നിനക്ക് തല്ലുകൊള്ളത്തിന് കുഴപ്പം കുറയുണ്ട്.
ഹലോ, ഇത് ഞാനാടാ പ്രേതം. പറയടാ. മച്ചു, രേവതി എന്നെ തേച്ചിട്ട് പോയടാ. ആണോ? സഹിക്കാൻ പറ്റിയില്ല, വിഷം എടുത്താൻ കുടിച്ചു. നിനക്കെന്താ വട്ടാണോടാ? ഇതിനൊക്കെ ആരെങ്കിലും വിഷം കുടിക്കോ? ഞാൻ കുടിച്ചല്ലോടാ. മച്ചാനെ, ശ്വാസം വിടാൻ പറ്റുന്നില്ലടാ. വന്നെന്നെ ആശുപത്രി കൊണ്ടുപോ. മച്ചു, കൊറേ കാലങ്ങൾക്ക് ശേഷം തലയിൽ നിന്ന് എന്നെ തേച്ചതേ ഉള്ളൂ. കുളിച്ചിട്ട് ഒരു 5 മിനിറ്റിൽ എത്തിയേക്കാടാ. എപ്പ നോക്കിയാലും ഇവന് ഇത് തന്നെ പണി. മനസാക്ഷിയില്ലാത്തവനെ. Nice when you're chasing 7 and over and you hit a 6 off the first ball of the innings. You know that you've got the run rate covered in the first over. പറയളിയാ, അളിയ, സുമതിക്ക് എന്നെ വേണ്ടത്രേ. അതൊക്കെ വിട്ടേ കളിയാ. അതുകൊണ്ട് ഞാൻ വിഷം എടുത്ത് കുടിച്ചടാ. എന്താ കളിയെ പറയുന്നേ? മച്ചു, ശ്വാസം വിടാൻ പറ്റുന്നില്ലടാ. എന്നെ ഒന്ന് ആശുപത്രി കൊണ്ടുപോ. അളിയ, ഒന്നും വിചാരിക്കരുത്. കളി ഇപ്പൊ തുടങ്ങിയുള്ളൂ. ഒരു 5 ഓവർ കഴിഞ്ഞിട്ട് വന്നാ മതിയോ? അവൻ അതിനു മുമ്പേ ഔട്ടാവൂടാ. ഒന്ന് പാടാ. എന്നാ ഔട്ടായി കഴിഞ്ഞു വരാം. എന്നാ ശരി. ആ 108 ആംബുലൻസിന്റെ നമ്പറെങ്കിലും പറയടാ. എനിക്ക് അറിയാത്തോണ്ടല്ലേ, അല്ലെങ്കിൽ ഞാൻ പറയില്ലായിരുന്നോ? വെക്കല്ലേ. എടാ കാക്കാശിന് കൊള്ളാത്ത തെണ്ടി. സായിബാബേ, ഇവന്മാരെയൊക്കെ വിശ്വസിച്ചിട്ട് ഇനി യാതൊരു കാര്യവുമില്ല. നീ തന്നെ വേണം ഇനി എന്റെ ജീവൻ രക്ഷിക്കാൻ. എല്ലാ വ്യാഴാഴ്ചയും ഞാൻ ഭണ്ണാരത്തിൽ 1 രൂപ ഇട്ടോളാവേ. ഞാൻ ചാവാ കിടക്കുമ്പോഴാ ഇയാളുടെ ഒടുക്കത്തെ ഈ ഡാൻസ്. ഹലോ. എടാ പ്രാണി, ഇത് ഞാനാടാ. എന്താ മച്ചു, രാവിലെ തന്നെ ഫോണ്? ഞാൻ നേരത്തെ കുടിച്ചടാ. നീ എന്നെ വിട്ട് കുടിച്ചു അല്ലേ? മച്ചു, ആ രേവതി എന്നെ. അപ്പൊ സുമതിയോ? അവക്കും എന്നെ വേണ്ടത്രേ. എന്നാ തൂങ്ങിച്ചത്തോ? അതിന് കയറ് തേടിയിട്ട് കിട്ടിയില്ലടാ. അതുകൊണ്ട് വിഷം കുടിച്ചു. എന്ത് വിഷം നീ കുടിച്ച? എലിമരുന്നാടാ. എടാ, നിനക്കെന്താ വട്ടാണോ? അത് കുടിച്ച എലി പോലും ചാവില്ല. പിന്നെയാണോ നീ ചാവുന്നത്? മച്ചു, ശ്വാസം വിടാൻ പറ്റുന്നില്ലടാ. എന്നെ ഒന്ന് ആശുപത്രി. എടാ മച്ചു മച്ചു, എടാ, അത് നിന്റെ കാലനാടാ. എടാ, എത്രയും പെട്ടെന്ന് ഈ ഗതി നിനക്കും ഉണ്ടാവൂടാ. ശ്വാസം വിടാൻ പറ്റുന്നില്ലല്ലോ. ആരും എന്നെ രക്ഷിക്കാൻ വരുന്നുണ്ടെന്നാ തോന്നുന്നു. ഹലോ, സംസാരിച്ചോ? ഞാൻ ആക്സിഡന്റിലൊന്നും ചാവില്ല. വിഷം കുടിച്ചിട്ട് വെറും 2 മിനിറ്റ്സ് ആയിട്ടേ ഉള്ളൂ. അതിന് വല്ല ഓഫർ ഉണ്ടെങ്കിൽ നോക്കി പറ മോളെ. സമയം ഒട്ടുമില്ല, ഒന്ന് വേഗം പറ. ഇല്ലേ? പിന്നെ എന്തിനാടി എന്നെ വിളിച്ചേ? വെച്ചിട്ട് പോടി. വെക്കലേ. ആ 108 ആംബുലൻസിന്റെ നമ്പർ ഒന്ന് പറയോ? അതുപോലെ നിനക്കറിയില്ലേ? എന്നാ ഒന്ന് വേഗം ചോദിച്ചിട്ട് പറ. ശ്വാസം വിടാൻ പറ്റുന്നില്ല. അത് നിന്റെ തന്തയ്ക്ക് കൊടുത്താ മതി. വെക്കടി ഫോണ്. എന്റെ അമ്മോ, ഞാനിപ്പോ ചാവേ. എന്നെ രക്ഷിക്കാൻ ആരുമില്ലേ? എന്റെ ബാബേ, എല്ലാ വ്യാഴാഴ്ചയും വന്ന് ഞാൻ 1 രൂപ ഇടാന്ന് പറഞ്ഞതല്ലേ? ഒന്നെന്നെ രക്ഷിക്കും ബാബേ. എന്റെ കാലൻ അടുത്തേക്ക് വരുവാണല്ലോ. ഓ, തള്ളയായിരുന്നു. ഓ, എന്റെ ഒരു തലയിലെഴുത്ത്. മനുഷ്യനെ മെനക്കെടുത്താൻ വേണ്ടി മാത്രം ഉണ്ടായ ഒരു ജന്മം. കണ്ട സിനിമ തന്നെ ഇനി എത്ര വട്ടം കാണും? അല്ലേലും ഈ തള്ളയുടെ കണ്ണ് ഏത് നേരം ടിവിയില്ല. എന്ത് പറ്റിയടാ? ഞാൻ വിഷം കുടിച്ചതല്ലേ. അതിന് നമ്മുടെ വീട്ടിൽ എന്ത് വിഷം ഉള്ളത്? വീട്ടിലെ വിഷം നീയാണെന്ന് എനിക്കറിയാം. എന്നിട്ട് ഞാൻ ആ ടിവിയുടെ മുകളിൽ വിഷം എടുത്ത് കുടിച്ചു. അയ്യോ, അത് ഞാൻ തലയിൽ തേക്കാൻ വെച്ചിരുന്ന പേൻ മരുന്നല്ലടാ. അപ്പൊ ഞാൻ ചാവൂലേ തള്ളേ? നീ എവിടുന്ന് ചാവാനാ? ഞാനേ ചാകൂ. നീ ഇപ്പോഴൊന്നും ചാവില്ല. ആ മോന്ത എന്റെ അടുത്തേക്ക് കൊണ്ടുവരല്ലേ? വിഷം കുടിക്കാതെ തന്നെ ഞാൻ ചാവും. മാറിപ്പോതല്ലേ. സ്ട്രൈക്കറി നോക്കി അടിക്കട്ടെ. അതിനിപ്പ എന്താ, കുഴിയിലേക്ക് ഇട്ടാ പോരെ? എന്താടാ ആടി വരുന്നേ? രാവിലെ തന്നെ വിട്ടോ? ഞാൻ ഒരു പെഗ് അടിച്ചോളൂ. എന്തിനാടാ കുടിച്ചേ? അവളോട് കാര്യം പറയാനാ. ശരി, നീ കളിക്കണ്ട. നിനക്ക് നല്ല കേക്കാ. ഞാൻ പറയുന്നത് കേക്ക്. ഒരെണ്ണ അടിച്ചപ്പോഴാടാ എനിക്കൊരു ധൈര്യം കിട്ടിയത്. നിന്നെ ഞാൻ അത് പോട്ടെ. നമ്മുടെ അഡാർ ലെവലെ റോഷന്റെ റേഞ്ചില് എന്റെ ഇഷ്ടം പറയണോ? നിന്റെ റേഞ്ച് എന്നെ ശരിയല്ല. അല്ലെങ്കിൽ അനിയത്തി പ്രാവിലെ ചാക്കോച്ചന്റെ റേഞ്ച് മതിയോ? നീ ആദ്യം ഒന്ന് സ്റ്റഡി ആയിട്ട് നിക്കാൻ നോക്ക്. ആദ്യം നീ കോയിൻ അടിക്കാൻ നോക്ക്. എന്നാ ഞാൻ എന്റെ മച്ചുവിനെ പിടിച്ചോണ്ട് പറയാം. നീ എന്തിനാണ് അവനെ പിടിക്കുന്നേ? ഞങ്ങള് രണ്ടുപേരും ഒരുമിച്ച് പഠിച്ചാടാ. ആ 2ാം ക്ലാസ് വരെ അല്ലേ? എന്റേത് കറുപ്പാണോ ബ്ലാക്ക് ആണോ മച്ചു? നീ ഗോ ലവ്.
ഒന്ന് പോയി പറഞ്ഞേക്കലടാ, പിന്നെ വീട് കാലിലേക്ക് പോകുമ്പോ പറയും. കരിഞ്ഞ പോണ്ടേ, അവൻ എന്തെങ്കിലും ചെയ്യട്ടറാ. നീ കോയനിടാൻ നോക്ക്. എനിക്ക് തന്നോട് കാര്യം കുടിച്ചു പറഞ്ഞപ്പോ പഴങ്കഞ്ഞാ കുടിച്ചെന്ന് ഞാൻ ഓർത്തില്ല. ആരാണ് നിങ്ങൾ? എന്നെ വിട്, വിടാ. നിങ്ങൾ ആരാ? ഹലോ ഹലോ ശ്വേത, നീ എവിടെയാ? ഉദയ് ഇതുവരെ വന്നില്ലടി. വരാടി, മണി ഇപ്പൊ 8 ആയി. 9 മണിക്കുള്ളിൽ ഞാനും ഉദയം വീട്ടിലുണ്ടാവും. ഓക്കെ, ബൈ. ഇനി 6 മണിക്കൂറേ ഉള്ളൂ ഈ യൂണിഫോമിൽ. എല്ലാ കണക്കും തീർത്തു. ഒരെണ്ണം ഒഴികെ അതിന്ന് രാത്രി തന്നെ തീർക്കണം. എന്നെ സംബന്ധിച്ചിടത്തോളം കോർട്ടിൽ നിന്ന് ജാമ്യം എടുക്കുന്നതും മിനിസ്റ്റേഴ്സിന്റെ പേര് പറഞ്ഞ് എസ്കേപ്പ് ആവുന്നതും അതൊന്നും എൻ്റെ അടുത്ത് നടക്കില്ല. കാരണം എനിക്ക് എൻ്റെതായ റൂൾസ് ഉണ്ട്. എടാ, എഞ്ചിൻ സൂട്ടിൽ ചൂട് കൂടിയ നീ കുട്ടികളുടെ ദേഹത്തും കൈവെക്കൂടാ. അഹങ്കാരി, നിന്നെയൊക്കെ വിശ്വസിച്ചോടാ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുന്നത്. അതാ നിന്റെ കുഞ്ഞിന് നിന്നെ തിരിച്ചറിയാൻ പറ്റത്ത രീതി ചെയ്തേ. പുതുതായിട്ടൊരു ഉരുപ്പിടി വന്നിട്ടുണ്ട്, വന്ന് എടുത്തോണ്ട് പോടാ. നിന്നെയൊക്കെ പിച്ചെടുക്കാൻ വിട്ടാലേ പഠിക്കുള്ളൂ. വിനായകനെ, വിഘ്നം തീർക്കുന്നവനെ, ഗജമുഖനെ, എല്ലാവർക്കും പ്രശ്നങ്ങൾ ഉണ്ടാകണമേ, കലക്ഷൻ നന്നായി വരണമേ ഗണേശ. ആയുഷ്മാൻ ഭവ. ആരതി എടുത്തോളൂ. ഡോ, സ്റ്റേഷൻ അമ്പലാക്കല്ലോ. കിമ്പിളം നിറയെ കിട്ടണമെന്ന് പ്രാർത്ഥിച്ചോ. ഇന്നടാ കുരുത്തം കെട്ടവന്മാരെ, വിവരം കെട്ടവനെ ഗോവ ബീച്ചാണെന്നാണ് വിചാരം. ലുങ്കി താഴ്ത്തിയിടാ. പഠിപ്പിക്കുന്ന അധ്യാപകനെ തന്നെ കൊല്ലാതറ മഹാഭാവി. എന്നാ ബസ് പോകുന്ന സ്ത്രീകളെ റേപ്പ് ചെയ്യലടാ നാറി, നശിച്ചു പോവും. എടാ, ATM കാശ് എടുത്തോ, മെഷീൻ തന്നെ അടിച്ചു മാറ്റില്ലടാ ദ്രോഹി. ഇന്നാടോ ചേട്ടാ, എന്താടോ? നാട്ടിൽ നിന്ന് വൈഫ് വന്നിട്ടുണ്ട്. എടോ, വൈഫ് വന്നിട്ടുണ്ടെന്ന് പറയുന്നത് ലീവ് ഇട്ട് പോയി എൻജോയ് ചെയ്യടാ, പോടാ. ഡോ, വന്നത് തന്നെ വൈഫാ. ഓ, അപ്പൊ ഞാനാണോ ലീവ് ഇടണ്ടേ?
അലക്സ് പാണ്ഡ്യ, എന്റെ വൈഫായിട്ട് ഒരു ചെറിയ പ്രശ്നം. ഞാൻ സംസാരിച്ചിട്ട് വന്നേക്കാം കേട്ടോ. ചേട്ടാ, ഇൻസ്പെക്ടർ വരുന്നുണ്ട്. ഇതെങ്ങനെയാണ് സംഭവിച്ചത്? പിള്ളേര് നേരെ ശ്രദ്ധിച്ച് നടക്കണ്ടേ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആയിപ്പോ. പിന്നെ വരുന്നവരെ ശ്രദ്ധിച്ചു പോകണ്ടേ. ഇപ്പൊ കാര്യം ശ്രദ്ധിച്ച് ഈ ഏരിയയിലുള്ള എല്ലാ ടൂ വീലർ മെക്കാനിക്കുകളും നാളെ രാവിലെ സ്റ്റേഷനിൽ എന്റെ മുമ്പിൽ ഉണ്ടാവണം. കേട്ടല്ലോ? ശരി സാർ. എന്താ പറഞ്ഞേ? ഞാൻ മാറ്റി തന്നെ അടിക്കുന്നേ, നീ മാറ്റി കളിക്കടാ. ഒരുത്തൻ ചെവിക്കലിട്ട് അടിച്ചടാ. എന്തിനടിച്ചെന്ന് ഞാൻ അവനോട് ചോദിക്കണം, എന്നിട്ട് അവൻ എന്നെ എടുത്തിട്ട് ഇടിക്കണം. അതല്ലേ നിനക്ക് വേണ്ടത്? മര്യാദയ്ക്ക് ഇവിടുന്ന് പോകുന്നേ നല്ലത്. കൊല്ലാൻ നടക്കുന്നു. എടാ, നിന്റെ അവസാനം ഇതിലായിരിക്കോടാ. പിന്നെ എന്താടാ, റേസിന് പോകണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ ആരെങ്കിലും കേൾക്കുന്നോ? കേൾക്കുന്നില്ലല്ലോടാ. എല്ലാം ചോരയുടെ കളിയാടാ. ജീവനെടുക്കുന്ന കളിക്ക് മരണമെന്ന് പേര് വെച്ചിരിക്കുന്നടാ. അതാണ് ആ മരിച്ചു കിടക്കുന്നത്.
കണ്ടോടാ അവർക്ക് എങ്ങനെ കരയുന്നത്. നിങ്ങളൊക്കെ കാച്ചിനും രസത്തിനും വേണ്ടിയാടാ വണ്ടി ഓടിക്കുന്നത്. വേണ്ടടാ ആ കളി ഇനി വേണ്ടടാ, വേണ്ടടാ ആ കളി ഇനി കളിക്കല്ലടാ. ഞങ്ങൾ കളിക്കുന്നില്ല, ചെല്ല് ചെല്ല്. പോടാ. ഞാൻ പറയുന്നൊന്നും കാര്യമൊക്കെ നിങ്ങളെടുത്ത് കുടിക്കും. ഞാനും വലിയൊരു റേസിന് പോയിരുന്നൂടാ, ജസ്റ്റ് മിസ് അവൻ പെട്ടുപോയടാ. ഊഴിമണ്ണ് കൈവെടിഞ്ഞ് ഉള്ളൊഴിഞ്ഞ് നീ കിടന്ന് ഊരിനെല്ലാം കണ്ണീർ തന്ന് നീ മാത്രമങ്ങകന്നതെന്റെ എന്താണേ നീ താനേ എങ്ങോ അകന്നതെന്റെ നീ താനേ എങ്ങോ അകന്നതെന്റെ ഊഴിമണ്ണ് കൈവെടിഞ്ഞ് ഉള്ളൊഴിഞ്ഞ് നീ കിടന്ന് ഊരിനെല്ലാം കണ്ണീർ തന്ന് നീ മാത്രമങ്ങകന്നതെന്റെ എന്താണേ നീ താനേ എങ്ങോ അകന്നതെന്റെ നീ താനേ എങ്ങോ അകന്നതെന്റെ മനസ്സിൽ പല നിനവ് ഉടയുന്നു ഉള്ളിലൊരു നോവ് മനസ്സിൽ പല നിനവ് ഉടയുന്നു ഉള്ളിലൊരു നോവ് കൂട്ടുകൂടിയ കൂട്ടരെ വിട്ട് നീ മറഞ്ഞതെന്തേ കൂട്ടുകൂടിയ കൂട്ടരെ വിട്ട് നീ മറഞ്ഞതെന്തേ കൂട്ടിനിവിടെ ആരനിയുണ്ട് നിന്റെ പെണ്ണിനി നീ തണൽ മരമായി ആരനിയുണ്ട് ഊഴിമണ്ണ് കൈവെടിഞ്ഞ് ഉള്ളൊഴിഞ്ഞ് നീ കിടന്ന് ഊരിനെല്ലാം കണ്ണീർ തന്ന് നീ മാത്രമങ്ങകന്നതെന്റെ എന്താണേ നീ താനേ എങ്ങോ അകന്നതെന്റെ നീ താനേ എങ്ങോ അകന്നതെന്റെ വെള്ളപ്പട്ടും പുതച്ചുകൊണ്ട് വെള്ളാരം കല്ലുരച്ച പോലെ നീ തുണ്ടന്റെ മനസ്സിലിട്ട് ഈ ദുഃഖങ്ങൾ നീ ചൂണ്ട പോലെ കൊളുത്തിയിട്ട് വെള്ളപ്പട്ടും പുതച്ചുകൊണ്ട് വെള്ളാരം കല്ലുരച്ച പോലെ ഈ തുണ്ടന്റെ മനസ്സിലിട്ട് ഈ ദുഃഖങ്ങൾ നീ ചൂണ്ട പോലെ കൊളുത്തിയിട്ട് മനസ്സിൽ പല നിനവ് ഉടയുന്നു ഉള്ളിലൊരു നോവ് കൂട്ടുകൂടിയ കൂട്ടരെ വിട്ട് നീ മറഞ്ഞതെന്തേ കൂട്ടിനിവിടെ ആരനിയുണ്ട് നിന്റെയൊക്കെ സ്ഥലം എവിടെയാടാ? മട്ടാഞ്ചേരി സാറേ. നീയോ? അതേ ഏരിയ തന്നെ സാറേ. കാക്കനാട്. കാക്കനാട് സാറേ. കാക്കനാട്. നിന്റെടാ? ഫോർട്ട് കൊച്ചി. ഫോർട്ട് കൊച്ചി. ഉറക്കെ പറയടാ. ഫോർട്ട് കൊച്ചി സാറേ. ഫോർട്ട് കൊച്ചി. രണ്ടുപേരും ഒരേ സ്ഥലമാണോടാ? അതെ സാർ. എന്താടാ നീയൊക്കെ മെക്കാനിക്കലാണല്ലേ? റേസ് ബൈക്ക് ഉണ്ടാക്കാറുണ്ടോടാ? ഇല്ല സാറേ, ഞങ്ങളതൊന്നും ഉണ്ടാക്കാറില്ല. അല്ല സാറേ, അല്ല സാറേ. അപ്പോ കുട്ടിയും കോലും കളിക്കാനാണോടാ നിന്നെ കൂടെ പിടിച്ചിരിക്കുന്നേ? ആണോടാ? അല്ല സർ. ഒരു ബൈക്ക് ഉണ്ടാക്കാൻ എത്രയാവൂടാ? അത് സാറേ, ഏയ് നിനക്കെത്ര കിട്ടൂടാ? അത് പിന്നെ ഞങ്ങൾക്ക് എന്താ വലുതായിട്ടൊന്നുമില്ല സാറേ. സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം, അല്ലെങ്കിൽ അടിച്ച് തോലുരിഞ്ഞു കളയും. 8 തരം റേസ് ഉണ്ട് സാറേ. റേസിന് ചേരുന്ന അമൗണ്ടാ 1000 രൂപ മുതല് 1,00,000 രൂപ വരെയുള്ള റേസ് ഉണ്ട് സാറേ. ഹെൽമെറ്റ് ഇല്ലാതെയുള്ള റേസാ സാറേ. ഒരെണ്ണം ടൈമിംഗ് റേസാ. ഒരെണ്ണം 1 വേ റേസ് സാർ. സിഗ്നൽ നിൽക്കാതെ പോകുന്ന റേസ് ഉണ്ട് സാർ. ഡബിൾസ് റേസ് സാർ. സൈഡ് സ്റ്റാൻഡ് എടുക്കാതെ പോകുന്ന റേസ്. റേസ് നടത്തുന്നതൊക്കെ അരുണ സാറേ. ആരാടാ ഈ അരുണ്? മന്ത്രിയുടെ മോനാ സാറേ. എനിക്കെതിരായിട്ട് വണ്ടി ഓടിക്കുന്നു.
കെട്ടി തൂക്കടാ. ഹലോ പറയടോ. എന്തോ രക്ഷപ്പെട്ടെന്നോ? എടോ താനൊക്കെ എന്ത് നോക്കി നിൽക്കുക? അടുത്തുണ്ടായിട്ട് പോലും അവനെ പിടിക്കാൻ പറ്റിയില്ല. ചെയ്യുന്ന ജോലി പോലും മര്യാദയ്ക്ക് ചെയ്യില്ല. എടോ അറസ്റ്റ് വാറന്റ് തരാനല്ലേ പറ്റൂ. അവനെ നമ്മൾ തന്നെ പിടിക്കണ്ടേ? എന്തേലുമൊക്കെ കാണിക്കടോ. ഫോൺ വെക്കടോ. എടാ നിന്റെ അപ്പം മിനിസ്റ്റർ ആണെന്ന് കരുതി എന്ത് വേണേലും നീ ചെയ്യൂ. നിനക്ക് റേസ് നടത്തണമെങ്കിൽ 1-2 ഏക്കർ സ്വന്തമായി വാങ്ങി അതിനകത്ത് വെച്ച് നടത്തണം. അതല്ലാതെ പബ്ലിക് റോട്ടിൽ വെച്ച് നടത്താൻ ആരാടാ പറഞ്ഞത്? നിന്റെ അപ്പനാണ് പറഞ്ഞേ. ഒന്നും അറിയാത്തൊരു കുഞ്ഞു കൊച്ചിനെയല്ലടാ നീ റേസ് നടത്തി കൊന്നത്. എന്താടാ ചിരിക്കുന്നോ നീ? ചിരിക്കാനോടാ നീ? എന്നെ പറ്റി നിനക്ക് അറിയാഞ്ഞിട്ടാ കോർട്ടിലും കേസിലൊക്കെ പോകാനാണ് നിന്റെ ഉദ്ദേശം. എണീക്കടാ. നിന്റെയൊക്കെ കൈയും കാലും തല്ലിയോട് ചാന്ത്രയ്ക്ക് വിടും. സർ പറയൂ സർ. ഓക്കെ സർ, വരാം സാറേ, ഉടനെ എത്താം. കമ്മീഷണർ അന്ന് ഫോൺ ചെയ്തില്ലായിരുന്നെങ്കിൽ അരുണിനെ ഞാൻ അന്ന് തന്നെ തീർത്തന്നെ. അതിനുശേഷം ഞാൻ അരുണിനെ കണ്ടത് സാറേ. ഹോട്ടാണോ ബീറാണോ? ഹോട്ട്. സൈഡ് ഡിഷ് എന്താ വേണ്ടേ? ഒരു ചിക്കനും ഒരു ഓംലെറ്റും. ചിയേഴ്സ്. അങ്ങോട്ടിരിക്കേ. അരുണേ, പോലീസിനോട് പറഞ്ഞു കൊടുത്തത് ഞാനല്ല. ഒറ്റിക്കൊടുക്കണോ നീ? ഇല്ല അരുണേ, ഞാൻ പറഞ്ഞിട്ടില്ല. നീ ഒറ്റിക്കൊടുത്ത ബെയിലിൽ എനിക്ക് തിരിച്ചു വരാൻ പറ്റില്ലെന്ന് വിചാരിച്ചോ? അതല്ല അരുണേ, ഞാൻ ആദ്യം കുടിക്കേ. ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. നീ ഇതൊന്ന് തീർത്തിട്ട് വാ.
എന്താണ് ചെയ്യുന്നേ? നിൽക്കണവിടെ. ഓടരുത്. എടോ നിൽക്കാം, നിൽക്കാം. ഹലോ അരുണേ, പണി കഴിഞ്ഞു. എന്താടാ ഇത്? സോറിടാ, രാവിലെ പോയില്ല. എടാ ഇപ്പൊ എന്റെ പണി തീർന്നേനെ, ചപ്രത്തലയാ. അതിങ്ങെടുത്തേ. ഹലോ. ഹലോ, ഞാൻ ശ്വേതയാ. ആ പറ പെങ്ങളെ. ഉദയ അവിടെ ഉണ്ടോ? ഇവിടെ ഇല്ലല്ലോ. എന്തുപറ്റി? ഒന്നുമില്ല, വരാന്ന് പറഞ്ഞിരുന്നു. ഫോണും സ്വിച്ച് ഓഫാ. പെങ്ങളെ ഒരു മിനിറ്റ്, ഞാൻ ഏരിയയിലൊന്ന് പോയി നോക്കട്ടെ. ഓക്കെ, താങ്ക് യു. ഡാ, അവനെ കാണാനില്ലെന്ന് പറഞ്ഞിട്ട് ശ്വേത വിളിച്ചു പറഞ്ഞു. എത്ര നേരായി? ഇപ്പോഴാ അച്ഛനും അമ്മയും ഇവിടുന്ന് പോയത്. വന്നേ. സോറി. ടീയാണോ കോഫിയാണോ? കോഫി. ഡാഡി, കോഫി എടുക്ക്. താങ്ക് യു. ഞാൻ നിന്നെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ. ഉറപ്പായിട്ടും വരണം. ഉറപ്പായിട്ടും വരും. അല്ല, ഉദയ് എവിടെ? അവന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആടി. അതാ എനിക്കൊരു പേടി. ഇതിനാണോ അപ്സെറ്റ് ആയിരിക്കുന്നത്? ഫോൺ സ്വിച്ച് ഓഫ് ആയത് ചാർജ് ഇല്ലാതെ ആയിരിക്കാം. ശരി, എന്ന് ഞാൻ ഇറങ്ങട്ടെ. ഇപ്പൊ ടൈം എത്രയായി? ടൈം സാറേ, എന്റെ പേരിൽ എന്തിനാ കേസ് ഇട്ടിരിക്കുന്നത്? എന്താടി നീ തന്നെ ഒരു കേസ് സാർ, ഞാനില്ല ഇവിടെ, ഞാൻ നോക്കിക്കോളാം. മാമാ കഴിവേറി ഒരു പെണ്ണിനെ വിട്ടുവയ്ക്കില്ല. ഹലോ. ഉദയ്, നീ എവിടെയാ? ഹലോ ഹലോ ഉദയ്, നീ എവിടെയാ? ഹലോ, എന്നെ ആരും ഒരു ബോക്സിൽ അടച്ചു വെച്ചിരിക്കുക. ശ്വേത, എന്റെ മൊബൈൽ ടവർ പട്ടിപ്പൊലമെന്നാ കാണിക്കുന്നേ. ശരിക്കും കേൾക്കുന്നില്ല. ഹലോ ഹലോ ഉദയ്, നിന്റെ വോയിസ് ബ്രേക്ക് ആവുന്നു. ഹലോ ഹലോ ഹലോ.
നന്നായി ബാറ്റ് ചെയ്യുമ്പോൾ റൺഔട്ട് ആകേണ്ടി വരുന്നത് എന്തൊരു കഷ്ടമാണ്. നിങ്ങളുടെ സ്വന്തം തെറ്റുകൊണ്ടോ പങ്കാളിയുടെ പിഴവ് കൊണ്ടോ ആകാം ഇത് സംഭവിക്കുക. പുകയില നിങ്ങൾക്ക് ദോഷം ചെയ്യും. നിങ്ങൾ വലിക്കുമ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ളവരും പുകഞ്ഞു തീരുന്നു. സ്മാർട്ട് ആവൂ, പുകയിലെ അകറ്റി നിർത്തൂ, റൺഔട്ട് ആകാതിരിക്കൂ. ഇതിനെല്ലാം കാരണം ആ അരുളാണ്. അരുണേ, അച്ഛനോട് സംസാരിച്ചോ? അച്ഛനോട് സംസാരിച്ചോ? സംസാരിച്ചോടാ. എന്തു പറഞ്ഞു? നേതാവിന്റെ പിറന്നാളാണത്ര. മീറ്റിംഗ് നടത്താൻ വേണ്ടി പറഞ്ഞു. അത് വെച്ച് പോസ്റ്റിംഗ് ഒക്കെ വാങ്ങിക്കാന്ന് പറഞ്ഞു. പക്ഷെ കാശിന്റെ കാര്യം പറഞ്ഞപ്പോ അതൊക്കെ സ്വയം കണ്ടെത്താൻ പറഞ്ഞു. പന്നക്കേളവൻ. അതാണ്. ബൈക്ക് റേസ് നടത്തിയാലോ? അല്ല, ബൈക്ക് റേസ് നടത്തിയാലോന്ന്. എന്താ പറ്റിയത്? തേങ്ങാക്കൊല വീണെന്ന് നമ്മുടെ മച്ചൂന്നല്ലേ ടെറസിന്റെ മുകളിൽ വാള് വെച്ചു. എന്താളിയാ നിന്റെ ഈ ലവും പൊട്ടിയോ? എടാ, അവനിപ്പോ ടെൻഷനില്ല, മിണ്ടാതിരിക്കടാ. ഓ, അവൻ ഇതൊന്നും പുതിയ കാര്യമല്ലല്ലോ. ഇന്നലെ രാത്രി തൊട്ട് എന്റെ വണ്ടി കാണുന്നില്ല. എടാ മച്ചു, ആ വണ്ടി ഞാൻ കൊടുത്തേക്ക്. ഞാൻ എടുത്തിട്ടില്ല. അതെ പെങ്ങളെ, അവൻ വണ്ടിയൊന്നും എടുക്കാറില്ല, വാളെ വെക്കാറുള്ളൂ. അതല്ല, എന്റെ വണ്ടി നിങ്ങൾക്കൊന്ന് കണ്ടുപിടിച്ച് തരാൻ പറ്റുമോ പ്ലീസ്? കണ്ണിൽ കിനാവും കാണാനിലാവും തമ്മിലൊന്നു ചേർന്ന പോലവേ കുരുകുളിരുമ്മ വെച്ചു പെയ്ത്തുടിച്ചു പൂവുലച്ചുവോ പങ്കുവെച്ച പാട്ടുകൾ മനം നിറച്ചുവോ മഞ്ഞണിഞ്ഞ തിങ്കൾ പോലെ നീ ഉദിച്ചുവോ മിഴികളിൽ അഞ്ജനങ്ങൾ പുഞ്ചിരിച്ചുണർന്നേ പോ പായാരമോതും പാൽമുല്ലയാവും പാവം മനസ്സുമെല്ലവേ കണ്ണിൽ കിനാവും കാണാനിലാവും തമ്മിലൊന്നു ചേർന്ന പോലവേ
രാവിലെ തെണ്ടാൻ ഇറങ്ങിയവനാ കേറി വരുന്ന സമയം കണ്ടില്ലേ? ഡാ ടോമി രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല. നിങ്ങളുടെ ഭക്ഷണം കൊള്ളില്ലെന്ന് ഞാൻ പറയും, പക്ഷെ അതിന് പറയാൻ പറ്റില്ലല്ലോ. അത് കഴിച്ചിട്ട് തന്നെയല്ലേ നീ ഇങ്ങനെ പോത്ത് പോലെ വളർന്നു നിൽക്കുന്നേ? എന്തോന്നായി വെട്ടി വീഴുന്നേ? ഇഡ്ലിയാടാ. ആ, കുടുംബം മുഴുവൻ കുളം തോണ്ടിയല്ലേ, നല്ല ക്ഷീണം കാണും. ഇരുന്ന് കഴിക്കേ. ഹലോ, അവൻ അവിടെ ഇല്ലേ? അവൻ റൂമിലാ മോനെ. ശരി അച്ഛാ. പിന്നെ ജോലിയൊക്കെ എങ്ങനെ പോകുന്നു? കുഴപ്പമില്ലാതെ പോകുന്നു. അതിരിക്കട്ടെ, എന്താ ജോലി? അത് പിന്നെ എല്ലാരും വിളിച്ചോണ്ട് പോയി തിരിച്ചു കൊണ്ടുവന്ന് വിടുന്ന ജോലിയാ. സ്കൂൾ ബസ് ഓടിക്കാണോ? എന്നും പറയാം. ആശംസകൾ, ആശംസകൾ, ആശംസകൾ. നിനക്കെങ്കിലും ഒന്ന് പറഞ്ഞൂടാ മോനെ അവനോട് ജോലിക്ക് പോകാൻ. അച്ഛന്റെ സ്വഭാവല്ലേ മോനും വരും. ഹലോ ഹലോ, ഞാൻ പറഞ്ഞോളാം. ഓട്ടോ ഓടിച്ചാലും ഇപ്പൊ നല്ല കാശാ മോനെ. അതിനു പകരം 40 വയസ്സുള്ള ഒരു ആന്റി ഓടിക്കുന്നുണ്ടല്ലോ. ആശംസകൾ. നീ എന്താ മോനെ പറയുന്നത്? നിങ്ങളുടെ അയൽവക്കത്ത് കറുത്ത് തടിച്ച ഒരു സാധനം ഉണ്ടല്ലോ, അതിനെ പറഞ്ഞേ. എന്റെ വഴി കുറുക്കിടുന്നത് അവൻ ആദ്യം മുതലേ ശീലം. ഇനി അവൻ അച്ഛന്റെ റൂട്ടിൽ വരാതെ ഞാൻ നോക്കിക്കോളാം. ഓക്കെ അല്ലേ? ശരി മോനെ. അച്ഛനോട് ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ചിട്ട് കുറെ നാളായി. എന്റെ ആളെ കുറിച്ച് പറയാനാ. ഫ്രീ ആണെങ്കിൽ സംസാരിക്കാം. ശരി മോനെ, രാവിലെ സംസാരിക്കാം. വെച്ചേക്കട്ടെ. അച്ഛാ, ഫോണങ്ങ് കട്ട് ചെയ്താ സൂസൈഡ് ചെയ്യും ഞാൻ. എന്ത് സൂസൈഡ് ചെയ്യുന്നു? അച്ഛാ, അനിയത്തിപ്രാവ് പടം കണ്ടിരുന്നോ? അതിൽ ചാക്കോച്ചനും ശാലിനിയും പ്രേമിച്ചത് കണ്ടോ? അങ്ങനെ ചാക്കോച്ചന്റെ ഗെറ്റപ്പിൽ ഞാനും ഒരു പെണ്ണിനോട് എന്റെ ഇഷ്ടം പറയാൻ അവളുടെ പുറകെ പോയി. അവൾ ഒരു ഇടവഴിയിലേക്ക് കയറി. അവിടെ വെച്ച് അവൾ എന്നെ കുനിച്ചു നിർത്തി ഇടിയോടിടിയായിരുന്നു. മിണ്ടാതെ ഇടി മേടിച്ചു. എന്നിട്ട് എന്റെ ചെയിനും വാച്ചും കൂരിയെടുത്ത് അവളങ്ങ് പോയി. പെട്ടെന്നൊരു മഴയങ്ങ് പെയ്തച്ചാ. ആ മഴയത്ത് ദും 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 ദുബി നാദം നാദം ആ പാട്ടും പാടി ഞാൻ നേരെ വീട്ടിലോട്ടിങ്ങ് പോന്നു. എങ്ങനെയുണ്ട് അച്ഛാ? വോയിസ് കൊള്ളാവോ? എന്തിനാ കാറി തുപ്പുന്ന? എടാ ശരി അച്ഛാ. ഇതുപോലെ തന്നെ അച്ഛാ, നിങ്ങള് അഡാർ ലവ് കണ്ടിരുന്ന അച്ഛാ? സത്യമായിട്ടും കണ്ടില്ല മോനെ. എന്നാ പിന്നെ ഞാൻ പറയാ, കേട്ടോളൂ. ആ പടത്തിലെ റോഷനും പ്രിയയും കണ്ണിറുക്കി കാണിച്ച പ്രേമിക്കുന്നത്. അതുപോലെ ഒരു പെണ്ണിനെ ഞാൻ കണ്ണിറുക്കി കാണിച്ച് പ്രേമിച്ചു. ഇടയ്ക്ക് ഒരുത്തൻ അവളെ അടിച്ചു മാറ്റി ഞാൻ കൊണ്ടുപോയച്ചാ. അത് അവളുടെ കെട്ടിയവനായിരുന്നു അത്ര. ഞാൻ കേട്ടോണ്ടിരിക്കാം മോനെ, പറ. അച്ഛൻ ആ പഴയ നിറം സിനിമ കണ്ടിരുന്നോ? ആ സിനിമയിലെ ശാലിനിയുടെയും ചാക്കോച്ചന്റെയും പ്രേമം എങ്ങനെയാ? അതുപോലെ തന്നെ ഞാനും ഒരു പെണ്ണിനെ പ്രേമിച്ചിരുന്നു. ഒരു ജീൻസും ഇട്ട് ഷൂവും കടമേടിച്ചിട്ട് തലയിൽ ഒരു തൊപ്പിയും വെച്ച് കൂളിംഗ് ഗ്ലാസ്സോട്ട് നടന്നു പോവായിരുന്നു. പോലീസ് എന്നെ വാരിക്കൂട്ടി അങ്ങ് കൊണ്ടുപോയി. കഞ്ചാവ് കേസാത്രേ. മന്ദന്റെ ടാർഗറ്റ് റീച്ച് ചെയ്യാൻ വേണ്ടി എന്നെ കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ റീച്ച് ചെയ്ത് കളഞ്ഞു. ഗവൺമെന്റ് പോലും എന്റെ പ്രേമത്തിന് ഇടങ്ങോല് നിൽക്കുക. അച്ഛന് സങ്കടം വരുന്നുണ്ടല്ലേ? എന്തോന്ന്? ആ കോട്ട് പോയ ആയിക്കോട്ടെ ആയിക്കോട്ടെ. അച്ഛാ, ഒരു കാര്യം കൂടെ പറയാനുണ്ട്, കേക്ക്. ഇത് അതുപോലെയല്ല. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പം അഞ്ജലി എന്നൊരു പെണ്ണിനെ ഞാൻ 5 മിനിറ്റ് പ്രേമിച്ചുള്ളൂ. എന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞു കളഞ്ഞു. എന്താന്ന് ചോദിച്ചപ്പോ എന്റെ മോന്ത പെരിച്ചാഴിയെ പോലെ ഉണ്ടത്രേ. അപ്പൊ ഞാൻ ഇങ്ങനെയൊന്നും അറിഞ്ഞില്ല, സുന്ദരനായിരുന്നു. അച്ഛൻ വാട്സപ്പിലുണ്ടല്ലോ, ഞാൻ എന്റെ ഫോട്ടോ അയച്ചു തരാം. കണ്ട ഞെട്ടിപ്പോ. അച്ഛാ ഒരു മിനിറ്റ്. വേണ്ട, ഞാൻ സൂസൈഡ് ചെയ്തോളീം. നമസ്കാരം നമസ്കാരം. ആ പേപ്പർ അവിടെ ഇട്ടേക്ക്, നേരം വെളുത്തോ. അച്ഛന് ബുദ്ധിമുട്ടൊന്നും ആയില്ലല്ലോ? അച്ഛാ, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാൻ സൂസൈഡ് ചെയ്തോളീം. അച്ഛാ, ഇതുപോലെ ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൃഷ എന്നൊരു പെൺകുട്ടിയെ സ്നേഹിച്ചിരുന്നു. സത്യം അച്ഛാ. എന്താ എന്തിനാ ഫോൺ വയ്ക്കുന്നത്? എടാ, ചായ ഇടണോ കാപ്പി ഇടണോ? എന്നെ എടുത്ത് താഴോട്ടിട്. ചായ ഇട്ടാ മതി, പോ. അച്ഛാ, ഫോൺ വെച്ചാ പിടിച്ച് ജയിലിടും കേട്ടോ. ഞാൻ ബുദ്ധിമുട്ടിക്കുന്നൊന്നുമില്ലല്ലോ. അങ്ങനെ ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ കൊറേ നേരമായാലും ആരോടാ നിങ്ങള് പഞ്ചാര അടിച്ചോണ്ടിരിക്കുന്നത്? എന്തു വച്ചാ? കുക്കറിൽ ചോറ് വെച്ചിട്ടുണ്ടോ? വിസിലടിക്കുന്നു. ഇപ്പൊ കണ്ടില്ലേ എന്റെ കഥ കേട്ട അച്ഛൻ എന്തുമാത്രം സങ്കടം വന്നു എന്ന്? അടുത്ത കഥ പറയാം. അത് കേട്ട ഹലോ, എന്താടാ ഇപ്പോഴാണ് അച്ഛനെ ഓർക്കുന്നത്? അടുത്ത ആഴ്ച ഒരു കേസ് വെക്കുന്നുണ്ട് ഞാൻ. പോലീസിന്റെ ശല്യം വരാതെ നോക്കിക്കൊള്ളണം. ഇതൊക്കെ പാർട്ടി മീറ്റിംഗിൽ സംസാരിച്ചാ മതി, എന്റെ അടുത്ത് വേണ്ട. ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാ, ഇയാള് വല്ല യോഗിനെ പോലെ സംസാരിക്കുന്നു.
എടാ മച്ചു നീ എവിടെയാടാ? അതൊന്നുമില്ലടാ, അടുത്ത ആഴ്ച നമ്മുടെ ഏരിയയിൽ ഒരു മരണം ഉണ്ടാവും. ഒരു റീത്ത് റെഡിയാക്കി വെച്ചോ. ഒരു 10 ഉണ്ടാവും. അമൗണ്ട് 1 മുതൽ 2 രൂപ വരെ പോടും മച്ചു. ഹലോ എടാ മച്ചു, അടുത്ത ആഴ്ച നമ്മുടെ ഏരിയയിൽ ഒരു മരണം ഉണ്ടാവും. നീയേ ഒരു റീത്തായിട്ട് വന്നേക്ക്. ബോസ്, ലാലേട്ടനും മമ്മൂക്കെ ഒരുമിച്ച് അഭിനയിക്കുന്നു. ഇവിടെ താഴെ സൈൻ ചെയ്യ്. എന്തിനാ സൈന്? പുതിയ ആളാ? ആ അതെ. ഇപ്പോ നീ പോകുന്ന റേസിൽ ചത്തെന്ന് വെച്ചു, കേസാകും. അപ്പോ ഞങ്ങളുടെ വക്കീൽ ഇത് വെച്ചാ വാദിക്ക. മനസ്സിലായോ? മനസ്സിലായി. വണ്ടി എടുത്തുകൊണ്ട് പോയി ആ മെക്കാനിക്കിനോട് അവൻ ചെക്ക് ചെയ്തിട്ട് ഒരു ചുവന്ന കാർഡ് തരും. ആ കാർഡ് മേടിച്ച് റെഫറിയുടെ അടുത്തേക്ക് പോകും. മനസ്സിലായില്ലേ? ഈ കാർഡ് എടുത്തിട്ട് അവിടെ ഒരു റെഫറി നിൽക്കും, അവന്റെ അടുത്തുകൊണ്ട് പോയി കൊടുക്ക്. അവനൊരു സ്ഥലത്ത് നിൽക്കാൻ പറയും, അവിടെ പോയി നിൽക്ക്. നിന്റെ ഫോൺ മേടിച്ച് ഒരു അലാം സെറ്റ് ചെയ്ത് തരും. ആ ഫോണിൽ അലാം അടിച്ചോടനെ അതാ നിന്റെ റേസ് ടൈം. വണ്ടി എടുത്ത് വിട്ടോളാം. മനസ്സിലായോ? മനസ്സിലായി. ആ എന്നാ പോ. എടാ ആ പ്ലഗ് ശരിക്കും കുത്തടാ. എടാ ഈ പ്രാവശ്യത്തെ 3 റേസ് നമ്മൾ തന്നെ ജയിക്കും. ഇപ്രാവശ്യം നമ്മൾ തന്നെ ഫസ്റ്റ് അടിക്കും. ഇത് 180cc ആണല്ലോ, 150 സ്റ്റിക്കർ ആണല്ലോ ഒട്ടിച്ചിരിക്കുന്നത്. ഇതിനെങ്ങനെ റെക്കോർഡ് കൊടുത്ത്? നിങ്ങളെന്താ കളിപ്പിക്കാണോ? ഡാ പോടാ, വലിയ CBI വന്നിരിക്കുന്നു കണ്ടുപിടിക്കാൻ. പോയി പണി നോക്കടാ. ഡാ പോവാൻ പറ. പക്ഷേ കൂടുതൽ ചോദ്യം നല്ല രീതിയിൽ റേസ് നടന്നു. ആരോടാടാ ഈ കൈ നീട്ടിക്കൊണ്ടിരിക്കുന്നത്? ഇവൻ എവിടുന്ന് വന്നടാ? വാക്കാലത്തിന് വന്നിരിക്കുന്നു. നീ നിന്റെ പണിയെടുക്കടാ. 180cc വണ്ടി 150 എന്ന് പറഞ്ഞ് ഓടിക്കാൻ പറ്റില്ല. സർ, നാളെ എൻ്റെയും ഉദയുടെയും കല്യാണം. സോ എൻ്റെ ഫ്രണ്ടിനെ ഇൻവൈറ്റ് ചെയ്യാനായിട്ട് ഞാനും ഉദയും പോകാനിരിക്കുകയായിരുന്നു. ഞാൻ അവന് വേണ്ടി ഒരുപാട് നേരം കാത്തു നിന്നു, പക്ഷെ അവൻ വന്നേയില്ല. അവൻ്റെ ഫോൺ ഇപ്പോൾ സ്വിച്ച് ഓഫാ. എവിടെയൊക്കെ തേടിയിട്ടും അവനെ കണ്ടില്ല സർ. ഞാൻ അവൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ചു, പക്ഷെ അവർക്ക് ആർക്കും അവൻ എവിടെയെന്ന് അറിയില്ല. അപ്പോഴാ എനിക്ക് ഉദയുടെ കോൾ വന്നത്. അതിലവനെ ആരോ അടച്ചു വെച്ചിരിക്കുക. അവന്റെ സെൽഫോൺ ടവറിൽ പട്ടിപ്പുലം എന്നൊരു സ്ഥലം കാണിക്കുന്നു എന്ന് പറഞ്ഞു. അതിനുശേഷം എനിക്ക് ഒന്നും ശരിക്കും കേൾക്കാൻ കഴിഞ്ഞില്ല. അവന്റെ വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടായിരുന്നു. പിന്നെ ലൈൻ കട്ടായി. ഈ ഒരു സ്ഥലപ്പേരും വെച്ച് ഞാൻ എന്ത് ചെയ്യണ? നീ പറയുന്ന സ്ഥലപ്പേരും കൊണ്ട് ഞാൻ വഴിനില തെണ്ടെടുക്കണോ? ആ വേറെന്തെങ്കിലും പറഞ്ഞിരുന്നോ? സർ, ബ്ലൂ കളർ ഓമ്നി വണ്ടിയിൽ അവനെ അടിച്ചു കയറ്റി കൊണ്ടുപോയത്. ഒരു വ്യക്തിക്ക് വേണ്ടി ഗവൺമെന്റ് ഫുൾ ഫോഴ്സിനെ ഒന്നും വിടില്ല, മനസ്സിലായോ? എന്താടാ?
മാത്രമല്ല ഇന്ന് 12 മണി കൂടെ എന്റെ സർവീസ് തീരാ. ഞാൻ റിട്ടയർഡ് ആവുക. മനസ്സാക്ഷി ഉള്ളതുകൊണ്ട് അറ്റൻഡ് ചെയ്യാന്ന് വിചാരിച്ചത്. ആരാ ഈ സമയത്ത്? എന്താ അത്രേ ഉള്ളൂ? നിക്ക്. ഹലോ ഹലോ, ആരാത്? ഡോ ഫോൺ എടുക്കാതാനോട് എന്തിരിക്കാടോ? ഇല്ല സാറേ, ഡ്യൂട്ടിയില്ല സാറേ ഉള്ളത്. ബ്ലൂ കളർ ഒമിനിയെതിരെ പോയോ? ഇല്ല സാറേ, ഈ വഴിക്ക് ഒരു വണ്ടിയും വന്നില്ലല്ലോ സാർ. പോയെങ്കിൽ അറിയിക്കണം. ഓക്കെ സാറേ. ഉദയന്റെ നമ്പർ പറയൂ. 8220123143. കുമാർ സാർ. സാർ, ഇവര് പറഞ്ഞ നമ്പർ താൻ ഉടനെ ചേസ് Okay, ചെയ്യണം. ആംബുലൻസ് കൂടുതൽ ആൾക്കാർ പോലീസിനായ എല്ലാവരും റെഡി ആയിരിക്കണം. പെട്ടെന്നല്ലേ? Look, വേഗം. ഉദയനെ നിങ്ങൾ ഫോൺ വിളിച്ചിരുന്നോ? ഞാൻ വിളിച്ചിരുന്നു സർ, നോട്ട് റീച്ചബിൾ ആയിരുന്നു. അതിരിക്കട്ടെ, അവന് ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടായിരുന്നോ? സർ, ഉദയൻ സത്യം പറഞ്ഞ എല്ലാവരുടെ നല്ല ഫ്രണ്ട്ലിയാണ് സർ. പിന്നെ പ്രശ്നം എന്തെങ്കിലും വന്നാൽ അവൻ അപ്പം തന്നെ അത് സോൾവ് ചെയ്തെടുക്കും സർ. അവന്റെ വീട്ടിൽ നിന്ന് ആരും വരാത്തെ? അവന് ആരുമില്ല സർ. രാജാക്കാട് പട്ടിപ്പുര 7:47 അവനെ തട്ടിക്കൊണ്ടു പോകുന്നതിന് മുമ്പ് ഗ്രൗണ്ടിൽ വെച്ച് നിന്നോട് സംസാരിച്ചിട്ടുണ്ട് ഫോണിൽ. അതെ സർ. 8:30 നീ അവനെ വിളിച്ചിരുന്നു അല്ലേ? അപ്പൊ നോട്ട് റീച്ചബിൾ എന്ന് വന്നു. 8:30 മുതൽ വീണ്ടും 10:14 ബോക്സിൽ നിന്ന് അവൻ നിന്നെ വിളിച്ചിരുന്നു. ഇപ്പോ ഇതിന്റെ ഇടയ്ക്ക് ഇടയിലുള്ള 8:09 ഈ സമയത്ത് ടീ കടയിൽ നിന്ന് നീ അവനെ ഫോൺ വിളിച്ചിരുന്നു. അതെ സർ. ഈ 8:09 നിന്ന് 8:30 വരെ ഇതിനിടയിലുള്ള 21 മിനിറ്റ്. ഈ 21 മിനിറ്റിനിടെയാണ് ഉദയനെ തട്ടിക്കൊണ്ടുപോയത്. ഏകദേശം 10 മണിക്ക് റീച്ച് ആയിരിക്കണം. എന്തോ കുമാർ? സാർ, നെറ്റ്വർക്ക് പട്ടിപ്പലെന്നാ കാണിക്കുന്നത്. പക്ഷെ കൃത്യമായിട്ട് റീച്ച് ചെയ്യാൻ പറ്റുന്നില്ല. അതുമാത്രമല്ല സാറേ, ഒരാൾ 45 മിനിറ്റിൽ കൂടുതൽ ബോക്സിനകത്ത് ജീവനോടെ ഉണ്ടാവില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. കുമാർ, ഞാൻ പറഞ്ഞ കാര്യം എന്തായി? റെഡിയാ സാർ. ഹലോ 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 എന്തിനാടി അലറുന്നേ? അയ്യേ, നായായിരുന്നോ? എന്റെ ഉറക്കെ ഏതൊക്കെ നായികളാ ഇല്ലാതാക്കുന്നത്? വണ്ടി വേണം നിർത്തണം. ചോദിക്കടാ ചേട്ടാ, ഈ ഫോട്ടോയിലുള്ള ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? എൻ്റെ ഫ്രണ്ടാണ്. ബ്ലൂ കളർ ഓമനി എന്തെങ്കിലും കണ്ടായിരുന്നു? ശരി ശരി, ഞാൻ നോക്കി. ആ പോടാ.
ഈ വഴി ഒരു ബ്ലൂ കളർ ഒമിനി പോകുന്ന കണ്ടോ? ഇല്ല സാർ. എന്തോ ഇവനെ കണ്ടിട്ടുണ്ടോ? എന്താണ് സെക്യൂരിറ്റി ചേട്ടാ? എന്താ ചേട്ടാ മുഖത്തൊരു വാട്ടം? എനിക്ക് എന്റെ മോനും പ്രശ്ന. എന്ത് പ്രശ്ന? അവൻ ഒഴിച്ചു വെച്ചതേ ഞാൻ എടുത്തു കുടിച്ചു. അതിന് അവൻ എന്നെ എടുത്തിട്ട് തല്ലി മോനെ. പക്ഷേ എനിക്ക് വന്ന ദേഷ്യത്തിന് എന്തേ മോനെ എടുത്തിട്ട് ഇടിച്ചോ? അതൊന്നുമല്ല, വേദന സഹിക്കാൻ വയ്യാതെ ഞാൻ ഒച്ചത്ത് കരഞ്ഞുപോയി. എന്റെ ശബ്ദം കേട്ടിട്ട് എന്റെ ഭാര്യ അകത്തുനിന്ന് പുറത്തേക്ക് ഓടി വന്നു. അപ്പൊ ചേച്ചിയുടെ കിട്ടിയിട്ടുണ്ടാവല്ലോ. എടാ വിവരദോഷി, സംഗതി അറിഞ്ഞപ്പോ കുഞ്ഞിന് ഒഴിച്ചു വെച്ച സാധനം താൻ എന്തിനാ എടുത്ത് കുടിച്ചെന്ന് ചോദിച്ച് എന്നെ ഇട്ടങ്ങ് അലക്കി. വേദന സഹിക്കാൻ വയ്യാതെ ഞാൻ അകത്ത് ചെന്ന് കെട്ടി തൂക്കി പോനെ. ഇത്രയൊക്കെ ആയിട്ടും വാതില് ചവിട്ടി തുറന്ന് അകത്ത് വന്ന് എനിക്കിട്ട് വീണ്ടും തൂങ്ങിയിട്ടും തല്ലി കിട്ടിയോ? അല്ലടാ, അവള് വാങ്ങിച്ചു വെച്ച പുതിയ സാരിയിലാ ഞാൻ തൂങ്ങിയെന്ന്. ശരി പോട്ടെ ചേട്ടാ, സാരമില്ല. ചേട്ടാ ഇന്നാ മുല്ലപ്പൂ എവിടെ നിൽക്കുന്നത്? മുല്ലപ്പൂവോ? അതാ അവിടെ ഉണ്ടാവും, പോയി നോക്ക്. സമയത്ത് കല്യാണം കഴിക്കാതെ മുല്ലപ്പൂ റോജാപ്പൂ ഒക്കെ അന്വേഷിക്കുന്നു. എക്സ്ക്യൂസ് മീ പൊട്ട സെക്യൂരിറ്റി, ഈ ഫോട്ടോയിലുള്ളവൻ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അല്ല, ഇവൻ ദേവാസുരത്തിൽ അഭിനയിച്ചവനല്ലേ? ഇവൻ അഭിനയിച്ചിട്ടുണ്ടോ? ദേവാസുരത്തിൽ അഭിനയിച്ചത് തന്നെയാ. താങ്ക്സ്. ഇറ്റ്സ് ഓക്കേ. ദാറ്റ്സ് ഓൾ. എത്രയാ? അതൊക്കെ നമുക്ക് നോക്കാം. ഞാൻ നോക്കാൻ മാത്രല്ല വന്ന. 500 രൂപ. 500 രൂപയോ? ദിവസം ഇവിടെ അല്ലേ നിക്കുക? അതെ. അപ്പോ 2 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് തന്നാ മതിയോ? എടാ നാരി, ഞാൻ എന്റെ ഇലക്ട്രോണിക് ഷോപ്പാണ് നടത്തുന്നത്. ഇൻസ്റ്റാൾമെന്റ് വേണം പോലും. പോയി പണി നോക്കടോ. പോടോ. ഓ പിന്നെ നീ പോടി അവിടുന്ന്. ഓൾ ഇന്ത്യ പെർമിറ്റ് നിൽക്കുന്നുണ്ട്, നിർത്ത്. എക്സ്ക്യൂസ് മീ, ഈ ഫോട്ടോയിലുള്ളവനെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. എന്നെ നോക്കുന്നോ? അയ്യടാ, നോക്കാൻ പറ്റിയൊരു സാധനം. അത് നീ പറയണ്ട. പായം വെച്ച് നോക്കി നിൽക്കാതെ വണ്ടി എടുക്കണം. വണ്ടി എടുക്കാൻ വേമ്പോ വണ്ടി എടുക്കണം. വല്ല ലോറിക്കാരന്മാരോട് നോക്കാൻ പറ. ഹലോ, ഞാൻ ഇൻസ്പെക്ടർ സംസാരിക്കുന്നത്. ആ പറയൂ സാർ. എന്തെങ്കിലും വിവരം കിട്ടിയോ? സാർ ഇല്ല സാർ, ഞങ്ങൾ തെരഞ്ഞോണ്ടിരിക്കുകയാണ് സാർ. എന്തെങ്കിലും വിവരം കിട്ടിയാൽ എന്നെ അറിയിക്കണം. ശരി സാർ, ഓക്കെ സാർ. ഇതിലൊരു ബ്ലൂ കളർ ഒമിനി പോകുന്ന കണ്ടോ? ഇല്ല, പോയിട്ടില്ല സാർ. ഈ ഫോട്ടോയിലുള്ള എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ? നന്നായി നോക്ക്. കണ്ടിട്ടില്ല സാർ. കണ്ടാ പറയണം. ഹലോ, ഡോഗ് സ്ക്വാഡിൽ നിന്നും സൈമനാ സാർ സംസാരിക്കുന്നത്. ആ പറയൂ സൈമൺ. നമ്മുടെ നായക്ക് മണം പിടിക്കാൻ പറ്റുന്നില്ല സാർ. ഇവിടെ മഴ പെയ്തിട്ടുണ്ട്. ഞങ്ങളെ കൊണ്ട് കഴിയും വിധം ശ്രമിച്ചു സാർ. പറ്റുന്നില്ല സാർ. സൈമൺ, വേറെന്തെങ്കിലും വഴിയുണ്ടോ? ഇല്ല സാർ, വേറെന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ നോക്കിക്കൊള്ളു സാർ. ശരി.
ഹലോ ഹലോ, പട്ടിപ്പുലം ബെസ്റ്റ് പോയാണോ? അതെ സാറേ. ഞാൻ ഇൻസ്പെക്ടർ ജയവീരപാണ്ഡ്യൻ സംസാരിക്കുന്നേ. പറഞ്ഞോളൂ സാറേ. 8:30 ഡിപ്പോയിൽ നിന്ന് പുറത്തേക്ക് പോയ ബസിന്റെ നമ്പറോ ബസ് ഡ്രൈവറുടെ നമ്പറോ, അതുപോലെ തന്നെ 10:30 ഡിപ്പോയിലേക്ക് വന്ന ബസിന്റെ നമ്പറും ബസ് ഡ്രൈവറുടെ നമ്പറും അർജന്റായി വേണം. ശരി സാറേ. പ്രധാനപ്പെട്ട കാര്യം, ഇമ്മീഡിയറ്റ് ആയി വേണം. ശരി സാറേ. ഞാൻ പറയുന്ന നമ്പറൊക്കെ ഒന്ന് നോട്ട് ചെയ്യാമോ? ഓക്കെ ഓക്കെ സാർ, താങ്ക് യു. കോൺസ്റ്റബിൾ, ഈ നമ്പറൊക്കെ ഒന്ന് ഡയൽ ചെയ്യും. ഹലോ സാർ, നെറ്റ്വർക്ക് ടീമിൽ നിന്ന് കണ്ണനാണ് സംസാരിക്കുന്നത്. ആ പറയൂ കണ്ണൻ. സാർ, പട്ടിപ്പുലത്തിൽ മൊത്തം 3 ടവർ ഉണ്ട്. രണ്ടാമത്തെ ടവറിലാണ് നെറ്റ്വർക്ക് കാണിക്കുന്നത്. പക്ഷെ എനിക്ക് കറക്റ്റ് സ്ഥലം മാർക്ക് ചെയ്യാൻ പറ്റുന്നില്ല സാർ. ആ ടവറിന് ചുറ്റിനായി 8 ഏരിയ ഉണ്ട്. സാർ അത് നോട്ട് ചെയ്യുന്നുണ്ട് സാർ. ആ ശരി, ആ ഏരിയയുടെ പേരെന്ന് പറയും. ഗാന്ധിനഗർ, ഇന്ദിരാനഗർ, ജവഹർ സ്ട്രീറ്റ് 1 തൊട്ട് 4 വരെ. ഓക്കെ. കുമാർ, ഞാൻ ഇൻസ്പെക്ടർ സംസാരിക്കുന്നു. ഞാൻ പറയുന്ന 8 ഏരിയകൾ നോട്ട് ചെയ്തു. ഞാൻ പറയുന്ന ഈ 8 ഏരിയകളിലും 1 മാസം ഒരാഴ്ചയോ അടഞ്ഞു കിടക്കുന്ന ബംഗ്ലാവുകൾ ഏതാണെങ്കിലും നോട്ട് ചെയ്തോളൂ. മാത്രമല്ല അവിടെയുള്ള റൗഡുകൾ ആരൊക്കെയാണെന്ന് നോട്ട് ചെയ്ത് ഇപ്പൊ ആരുടെയൊക്കെ നമ്പറാണ് ആക്ടിവേറ്റ് അല്ലാത്തതെന്ന് നോക്കി അവരെയൊക്കെ അറസ്റ്റ് ചെയ്തോളൂ. ഞാൻ പറഞ്ഞു മനസ്സിലായോ? പെട്ടെന്ന് വേണം. ഓക്കെ സാർ. താങ്ക് യു കുമാർ. ചേട്ടാ നമസ്കാരം. ഇതുവഴി ഏതെങ്കിലും ബ്ലൂ കളർ റൂമിന് പോയോ? സാർ ഇപ്പോഴാ ചോദിച്ചത്. അങ്ങനെ വണ്ടിയൊന്നും വന്നില്ല. പോ. എനിക്ക് ചെറുതായിട്ട് ഡൗട്ട് വരുന്നുണ്ട്. നമുക്ക് ആ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞൊരു കിലോമീറ്റർ നോക്കിയിട്ട് വന്നാലോ? സാറേ, ഇതൊന്ന് തുറന്ന സാറേ. എടാ, അത് കണ്ടില്ലേ? വണ്ടി അകത്ത് ഉദയുണ്ടോ നോക്കി. വണ്ടി എടുക്കടാ. ഇടിച്ച് ഞാൻ. ഹലോ സാർ, ഞാൻ ഉദയന്റെ ഫ്രണ്ടാണ് സംസാരിക്കുന്നത്. സാറേ, ആ നീല കളർ റൂമിന് ഞാൻ കണ്ടിട്ടില്ല. എന്തേലും പറഞ്ഞവൻ? അവരെ ഇതിനു മുമ്പ് എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ? ശരി, വണ്ടി നമ്പർ നോക്ക്. ആ സാർ, ഒരു മിനിറ്റ് സാറേ. KL07 AU 5225 സാർ. സാർ, ആ ടോൾ ഗേറ്റിൽ നിന്ന് 1.5 കിലോമീറ്റർ തള്ളിയാണ് സാർ ഉള്ളത്. ഇപ്പോൾ ശരി സാർ, ഓക്കെ സാർ, ഇപ്പൊ തന്നെ വരാം സാർ. എന്താടാ അവൻ പറയുന്നേ? അടിച്ച് അകത്ത് കേരള.
ഹലോ 5225 ബ്ലൂ കളർ ഒമിനി നിങ്ങളുടെയാണോ? എന്റെ പേരെന്താ? എന്താടോ പേര് പറഞ്ഞാലും സംസാരിക്കത്തുള്ളൂ. എടോ ഞാൻ മന്ത്രിയാ സംസാരിക്കുന്നത്. സാർ ബ്ലൂ കളർ ഒമിനി 5225 നിങ്ങളാണ് സാറേ? അതെ, എന്റെ വണ്ടിയാണ്. സാർ ആ വണ്ടിയിലുണ്ടായിരുന്ന പിള്ളേര് ഒരു പയ്യനെ ജീവനോടെ കൊന്നു കളഞ്ഞു സാറേ. അതെയോ? അത് എന്റെ പിള്ളേരാ. എന്താണെങ്കിലും രാവിലെ സംസാരിക്കാം. ഹലോ ഹലോ സാറേ സാർ കൊടുക്കണം. കൊടുക്ക. കൈയെടുക്ക. കമ്മീഷണർ ആണല്ലോ സാറേ. ഓഫ് ചെയ്തോ. കമ്മീഷണറാണ് സാറേ. സാർ ഹലോ, എടോ തനിക്കെന്താടോ മന്ത്രി ഫോൺ ചെയ്ത് എടുക്കാൻ ബുദ്ധിമുട്ടാണോ? സാർ ഇവിടെ ഒരു പയ്യനെ ജീവനോടെ കൊന്നു സാറേ, അതിന്റെ തിരക്കായിരുന്നു. സാർ ജയവീര പാണ്ഡ്യൻ സാർ. മിസ്റ്റർ ജയവീര പാണ്ഡ്യൻ, പറയൂ സാർ. ഇന്ന് രാത്രിയോടെ താൻ റിട്ടയർ ആവുമല്ലേ? അതെ സാർ. ഇന്നത്തോടെ തന്റെ സർവീസ് തീരുവല്ലേ? യെസ് സാർ. ഈ കേസ് മാധവനെ ഏൽപ്പിച്ചിട്ട് താൻ റിലീവ് ആയിക്കോ. ഓക്കെ? ഓക്കെ സാർ. എടോ ആ ഫോണും തന്നെ. ഇതാ സാർ. നീതാ കോൺസ്റ്റബിൾ, ഇവിടെയുള്ള എല്ലാ ഫോണും കളക്ട് ചെയ്യ്. പെട്ടെന്ന് വേണം. അവിടെ ഉള്ളവരടുത്ത് വാങ്ങിക്കോ. എല്ലാരും ഫോണിങ് എടുത്തോ. ഒന്ന് വെയിറ്റ് ചെയ്യ, ഞാൻ ചോദ്യം ചെയ്യല്ലേ. കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യ. ഫോണിങ്ങാണ് സെൽഫോണും കേട്. സാറേ എന്റെ അടുത്ത് ഫോണില്ല സാറേ. സാറേ എല്ലാം മേടിച്ചു സാറേ. വന്നേ. ഇതാ സാറേ. ഇതാ ഇതൊന്ന് പിടിക്കേ. തരൂ സാറേ. കോൺസ്റ്റബിൾ, ഇതിനകത്തുള്ള ബാറ്ററി കഴിച്ച് വേഗത്തോണ്ട് വെക്ക. ശരി സാറേ. വേഗം ചെല്ല. എടോ വന്നേ. ഇവന്റെ ഷൂ അഴിക്ക. പേപ്പർ എടുക്ക. ഇതാ എല്ലാ ഷൂവിലുള്ള മണ്ണും കളക്ട് ചെയ്യും. വേഗം. ചേട്ടാ ഒന്നും കൂടെ വന്നേ. നിങ്ങൾ വർഷങ്ങളായിട്ട് ഇവിടെ നിന്റെ കുഴിയെടുത്ത ഇത് എവിടുത്തെ മണ്ണാണെന്ന് പറയാൻ പറ്റും? ഇപ്പൊ നോക്കിയിട്ട് പറയാം സാർ. ശരി, നോക്കി പറയാം. കോൺസ്റ്റബിൾ ഒന്ന് വന്നേ. സാറേ അവരുടെ സെൽഫോണൊക്കെ വാങ്ങിക്കും. ഓക്കെ സാർ. മെമ്മറി കാർഡ് ചെക്ക് ചെയ്യും. ഓക്കെ സാർ. അതിലുള്ള ഫോട്ടോ ഉണ്ടെന്ന് നോക്കാം. എന്തോളൂ സാറേ, ഇതാ ഭഗവതിയുടെ അമ്പലത്തിന്റെ പുറകിലുള്ള മണ്ണാ സാറേ, ഉറപ്പാ. എന്നാ വേഗോട്ടെ, നമുക്ക് കൊണ്ടുപോവാം. ഹലോ പറയൂ സാർ. കുമര പട്ടിപ്പുളത്തിനടുത്ത് നമ്മുടെ മന്ത്രിക്ക് വല്ല സ്ഥലമുള്ളതായിട്ട് അറിയൂ? നോക്കട്ടെ സാർ. എത്രയും പെട്ടെന്ന് വേണം. യെസ് സാർ. അറിഞ്ഞ ഉടനെ എന്നെ വിളിക്കണം. ഓക്കെ സാർ.
ആരോടെങ്കിലും ഒരു തീപ്പെട്ടി മേടിച്ചോണ്ട് വാ. എന്നിട്ട് ഇതുവഴി വല്ല പോലീസ് ജീപ്പും വന്നോന്ന് അന്വേഷിക്കാം. ശരി സാർ. ഹലോ, ചേട്ടാ ഭക്ഷണം റെഡിയായി, കഴിക്കാൻ വരുന്നില്ലേ? ഞാൻ എപ്പോഴേ റെഡിയാണല്ലോ. ഹലോ, ആരാ സംസാരിക്കുന്നത്? ഹലോ, ഇൻസ്പെക്ടറാ സംസാരിക്കുന്നത്. എടോ എഴുന്നേക്ക. ഉറങ്ങാൻ സംഭവിക്കാതെ ഇടക്കിടക്ക് വന്ന് എണീപ്പിച്ചിട്ട് ഉറക്കമില്ലാതെ തലയൊക്കെ കറങ്ങുന്നു. ഇതുവഴി വല്ല പോലീസ് ജീപ്പും പോയത് നിങ്ങൾ കണ്ടോ? പോലീസ് ജീപ്പൊന്നും ഞാൻ കണ്ടില്ല സാറ്. ശരി, തീപ്പെട്ടി ഉണ്ടെങ്കിൽ താ. ഏത് സമയത്ത് എണീപ്പിച്ചാ തീപ്പെട്ടി ചോദിക്കുന്നത്? ഒരു ബോധവുമില്ല. എന്നാ കൊണ്ടുപോ. എടോ അങ്ങോട്ട് മാറി കിടക്കടാ. ഒന്ന് പോ സാറേ. ഞാൻ കിഴക്കേ പോയപ്പോ നടുവിൽ ഒലക്ക കയറി അത്ര. എന്നെ അല്ലാതെ വേറെ ആരെയും കിട്ടിയില്ലേ ഇവർക്ക്? എടോ, തന്റെ വീട്ടിൽ നിന്ന് വിളിച്ചിരുന്നു? ആണോ സാറേ? അല്ല, നിനക്ക് എത്ര കുട്ടികളാ? നീ ഒരു വേസ്റ്റാ. ഞാനായിരുന്നെങ്കിൽ ഇപ്പൊ ഒരു 5-6 എണ്ണത്തിന് ഉണ്ടാക്കിയേനെ. താൻ അവിടെ പോയി നോക്കണോ? ശരി സാറേ. ചെല്ല്, നന്നായിട്ട് ചെക്ക് ചെയ്യ്. സാറേ, ഇങ്ങോട്ടൊന്ന് നോക്കിയേ. ഇപ്പൊ കുഴിച്ച് മൂടിയതുപോലെയുണ്ട്. ചേട്ടാ, ഇവിടെ കുഴിക്ക. ഇവിടെ വേഗം ആവട്ടോ ചേട്ടാ. ഇവിടെ കുഴിക്കേ. എടോ പാണ്ഡ്യ, താൻ റിട്ടയർഡ് ആയിട്ട് വീട്ടിൽ പോവാതെ ഇവിടെ എന്തെടുക്കുക? അല്ല സാറേ, ആ പയ്യന്റെ കാര്യത്തില് ആ കോപ്പൊക്കെ ഞാൻ നോക്കിക്കോളാം. താൻ ചെല്ല്, എനിക്കറിയാം. ഡാ, നീ ആരാ? സർ, ഫ്രണ്ടാണ് സർ. നിന്നെ കണ്ടിട്ട് ഒരു കള്ളലക്ഷണം ഉണ്ടല്ലോ. വണ്ടി കയറ്. നീ ഏതാ കൊച്ചേ? സർ, തന്നോടല്ലേ പോകാൻ പറഞ്ഞ? ഞാൻ പറഞ്ഞ കേക്കില്ല അല്ലേ? കേൾക്കാൻ ബുദ്ധിമുട്ടാ അല്ലേ? ഹലോ സാറേ, ഒരു മിനിറ്റ്. പാണ്ഡ്യൻ്റെ അടുത്ത് കൊടുക്കാം. ദാ, സർ, ഈ കേസ് മാധവനെ ഏൽപ്പിക്കാൻ പറഞ്ഞതല്ലേ? അതെ സർ. എന്നിട്ട് നിങ്ങൾ അവിടെ എന്ത് ചെയ്യാ? പറഞ്ഞത് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യൂ. മനസ്സിലായോ? ഡോണ്ട് വേസ്റ്റ് മൈ ടൈം. എന്താ? ശരി സർ. മന്ത്രിയുടെ കേസാണോ? ശരി, ഫോൺ മാധവന് കൊടുക്ക്. ഓക്കെ സർ. എടാ, വേണ്ട 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 വേണ്ടെന്നാ പറഞ്ഞത്. ഹലോ ഹലോ പാണ്ഡ്യ, എന്താ പ്രശ്നം അവിടെ? എന്താ ശബ്ദം? പറയൂ, എന്താണ്? വേണ്ട വേണ്ട, അരുണെ ഷൂട്ട് ചെയ്യണ്ട. വേണ്ട അരുണെ. സാർ, അരുണ് മാധവനെ വെടിവെച്ചു സാറേ. സാർ, അത് പിന്നെ എനിക്ക് സേഫ്റ്റിക്ക് വേണ്ടി ഷൂട്ട് ചെയ്യേണ്ടി വന്നു സാറേ. അതെ സാർ. ശരി, ഇപ്പൊ തന്നെ ഞാൻ സ്പോട്ടിലേക്ക് വരാം. ശരി സാർ. താൻ അവിടെ ഉണ്ടാവണം. ഓക്കെ സാർ. ഡോ, ഒഴിക്കടോ. എനിക്കൊരു പ്രധാനപ്പെട്ട ജോലിയുണ്ട്. തീർത്തിട്ട് വരാം. ഒന്ന് വേഗം കുഴിക്ക്. ഒന്ന് വേഗം ആവട്ടെ. ഒന്ന് വേഗം. വേഗത്തിൽ കുഴിക്കേ.
വരൂ. സാറേ, അപ്പൊ ആ ചെറുക്കന് ഉദയ എവിടെ? എന്റെ സ്വപ്നം നിറവേറി കഴിഞ്ഞു. ഉദയ് ഇപ്പം മരിച്ചിട്ടുണ്ടാവും. വെറുതെ ചുറ്റിക്കൊണ്ടിരുന്ന ഉദയുടെ ലൈഫിൽ ഞാൻ വന്നതുകൊണ്ടല്ല ഇങ്ങനെ ആയത്. സന്തോഷമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന എന്റെ ലൈഫിൽ ഉദയ് വന്നതുകൊണ്ടാണ് ഇന്നിങ്ങനെയൊക്കെ സംഭവിച്ചത്. എപ്പോഴും കൃത്യസമയത്ത് വീട്ടിലെത്തുന്ന അച്ഛനും അമ്മയും 1 മണിക്കൂർ ലേറ്റായിട്ട് വന്നാൽ നമുക്ക് എന്ത് പേടിയുണ്ടാവും. പേടിച്ചതുപോലെ തന്നെ അവർക്ക് എന്തൊക്കെ സംഭവിക്കരുതെന്ന് നമ്മൾ കരുതുവോ, അതൊക്കെ സംഭവിക്കുകയാണെങ്കിൽ പിന്നീട് ഓരോ സെക്കൻഡും എത്ര നരകവേദനയായിരിക്കും. എന്റെ അച്ഛനെയും അമ്മയും കൊന്ന ഉദയെ അതുപോലെ തന്നെ വേദനിപ്പിക്കാൻ വേണ്ടിയാ അവനെ മണ്ണിനടിയിൽ ഒരു ബോക്സിൽ അടച്ചു വെച്ച് ശ്വാസം മുട്ടിച്ച് പേടിപ്പിച്ച് ഇഞ്ചിഞ്ചായി ഞാൻ കൊന്നത്. ആക്സിഡന്റിൽ എന്റെ അച്ഛനും അമ്മയും മരിച്ചതായിരുന്നെങ്കിൽ ഞാൻ കരഞ്ഞു തീർത്ത് കുറെ കാലം കഴിയുമ്പോ മറന്നല്ലേ പറ്റൂ. പക്ഷേ പ്രായത്തിന്റെ അഹങ്കാരത്തിൽ ഹീറോയിസത്തിനും കാശിനും വേണ്ടി നടത്തുന്ന ബൈക്ക് റേസ് കാരണം എന്റെ അച്ഛനും അമ്മയും മരിച്ചു എന്നറിഞ്ഞതിനു ശേഷം എങ്ങനെ എല്ലാം മറന്ന് എനിക്ക് ജീവിക്കാൻ പറ്റും? ആ ദേഷ്യത്തിൽ എന്റെ അച്ഛനെയും അമ്മയും കൊന്നവനെ ഞാൻ തേടാൻ തുടങ്ങി. ട്രാഫിക് പോലീസിന്റെ അടുത്തുനിന്ന് കിട്ടിയ CCTV ഫുട്ടേജിൽ നിന്ന് എന്റെ അച്ഛന്റെ വണ്ടിയെ ഇടിച്ചത് ഉദയാണെന്ന് ഞാൻ കണ്ടുപിടിച്ചു. അതിനുശേഷം ഉദയെ തേടി അലഞ്ഞപ്പോ ഈ റേസ് നടക്കാനുള്ള കാരണം അരുണാണെന്ന് മനസ്സിലായി. 2 പേരെയും കൊല്ലാൻ ഞാൻ തീരുമാനിച്ചു. ഉദയെ കൊന്നിട്ട് ആ കുറ്റം അരുണിന്റെ മേൽ ചുമത്താനായിരുന്നു എന്റെ പ്ലാൻ. അതുകൊണ്ടാണ് ഇൻസ്പെക്ടറിനോട് ബ്ലൂ കളർ ഓമ്നി വണ്ടിയിലാണ് ഉദയെ തട്ടിക്കൊണ്ടുപോയെന്ന് ഞാൻ നുണ പറഞ്ഞത്. ഞാൻ വിചാരിച്ചതെല്ലാം നടന്നു. പക്ഷെ എന്റെ പ്ലാനിൽ ഒരു തെറ്റുമില്ലെന്ന് പറയാൻ പറ്റില്ല. ആരെങ്കിലും കണ്ടുപിടിച്ചു വരും. പക്ഷേ ഇനി എനിക്കൊരു ലൈഫില്ല. എന്റെ അവസാനത്തെ കണക്ക് ഞാൻ തീർത്തു. എന്നെ അടിച്ചതിന്റെ പിറ്റേന്ന് തന്നെ അവനെ തീർക്കേണ്ടതായിരുന്നു. പക്ഷെ അവന്റെ ആളെ കൊണ്ട് തന്നെ അവനെ തീർക്കാന്ന് കരുതി. ഹലോ, എന്നെ അടിക്കാനാണോ ആളെ സെറ്റ് ചെയ്യുന്നത്? നീ പോസ്റ്റിംഗിൽ ഇരിക്കുമ്പോ നിന്നെ വിരട്ടി അടിച്ചവനാടാ ഞാന്. നാളെ തൊട്ടാ പോസ്റ്റിംഗ് പോലും ഇല്ലെന്നാണല്ലോ തോന്നുന്നത്. നീ അയച്ച ആളുണ്ടല്ലോ, അവന്റെ അവസ്ഥ തന്നെയാടാ നിനക്കും. ഈ യൂണിഫോം അഴിച്ചു വെച്ച പിന്നെ എനിക്ക് അരുണിനെ ഒന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷെ അവനെ വെറുതെ വിട്ട തീർച്ചയായും എനിക്ക് ആപത്തുണ്ടാവും. അപ്പോഴാണ് ശ്വേത സ്റ്റേഷനിലേക്ക് കംപ്ലൈന്റുമായിട്ട് വന്നത്. ശ്വേതയുടെ വിഷമം കണ്ട് ഉദയനെ തേടി ഞാൻ പോയി. ഒരു സ്റ്റേജിൽ പോലീസ് നായിക പോലും കണ്ടുപിടിക്കാൻ പറ്റില്ലെന്ന് മനസ്സിലായപ്പോൾ ഈ കാരണം കൊണ്ട് അരുണിനെ തീർക്കാമെന്ന് ഞാൻ കരുതി. ഒരു നല്ലവനെ കൊണ്ട് ആർക്കും ഒരു ഉപദ്രവമില്ല, പക്ഷെ ഒരു ദ്രോഹിയെ കൊണ്ട് എല്ലാവർക്കും പ്രശ്നമാണ്. ഉദയനെ അന്വേഷിച്ചപ്പോൾ കിട്ടിയ തെളിവ് കൊണ്ട് ഞാൻ അരുണിന്റെ കാര്യം തീർത്തു. ഒന്ന് ബ്ലൂ കളർ ഓമിനി, അതിലാണ് അരുൺ എല്ലാ തോന്നിയാസങ്ങളും ചെയ്യുന്നത്. രണ്ടാമത്തേത് പട്ടിപ്പുലം, അവിടെ വെച്ചാണ് അവൻ എല്ലാ ക്രിമിനൽ കാര്യങ്ങളും ചെയ്യുന്നത്. ഇതെല്ലാം തെളിവാക്കി ഞാൻ അരുണിനെ തീർത്തു. ഇനി എനിക്ക് സമാധാനമായി പിരിയാം. താളം തന്നൊരു നെഞ്ചകത്തിൽ താളം തന്നെ നിന്നുവെന്നോ അമ്മ പൂവേ നിന്നിതള എന്നെ വിട്ട് പോവുകയോ. സ്നേഹം പാലായി ചൊരത്തി നിറതാരാട്ടാലെ വളർത്തി മാമോട്ടി നീ ഒരുക്കി ഇന്നമ്മേ നീ ഉറങ്ങി. ആരിരാരിരോ ആരിരാരിരാരിരാരിരോ ആരിരാരിരോ ആരിരാരിരാരിരാരിരോ.